പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ പർവതത്തിന്റെ മുകളിൽ കയറി മക്കയിലുള്ള സർവ്വ വിശ്വാസികളെയും വിളിക്കുന്നുണ്ട്. എല്ലാ കുടുംബക്കാരെ, തറവാട്ടുകാരെ, അറബികളായ എല്ലാ ആളുകളെയും സഫാ പർവതത്തിന്റെ മുകളിൽ കയറി വിളിക്കുന്നുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ വിളിച്ചത്? ആ പർവതത്തിന്റെ മുകളിൽ കയറിയിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, ഈ പർവതത്തിന്റെ പിന്നിലൂടെ ഒരു സുസജ്ജമായ സൈന്യം, ഒരു പട്ടാളം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഈ സ്റ്റേജിന്റെ പിന്നാലെ വലിയ ഒരു അക്രമി നിങ്ങൾ ആക്രമിക്കാൻ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അപ്പോഴാണ് ഒരുമിച്ച് കൂടിയ സർവ്വ ആളുകളും അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത്, ബലാ യാ മുഹമ്മദ്, മുഹമ്മദേ, ഞങ്ങളെങ്ങനെ വിശ്വസിക്കാതിരിക്കും, ഞങ്ങളെങ്ങനെ വിശ്വസിക്കാതിരിക്കും മുഹമ്മദേ. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു നുണ പറഞ്ഞിട്ടില്ലാത്ത, കളവ് പറഞ്ഞിട്ടില്ലാത്ത, ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത താങ്കൾ പറയുന്നത് എങ്ങനെ ഞങ്ങൾ നിരസിക്കും മുഹമ്മദേ? നബി തങ്ങൾ ആദ്യം ചെയ്തതാണ്, അഥവാ സമുദായം എന്നെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം പരിശോധിച്ചു. ഞാൻ പറയുന്നത് എന്റെ സമുദായം ഉൾക്കൊള്ളുന്നുണ്ടോ, എന്നെ കുറിച്ച് സമുദായത്തിന് എന്തഭിപ്രായമാണ് എന്നാണ് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിയത്. ആദ്യം അങ്ങനെ പരിശോധിച്ചു. നോക്കുമ്പോ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്, ആർക്കും എതിരഭിപ്രായമില്ല. നിങ്ങൾ ഇന്ന് വരെ കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇന്ന് വരെ ആരെയും പറ്റിച്ചിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ വിശ്വസ്തനാണല്ലോ, അതെ. ഞാൻ ഇന്ന് വരെ നുണ പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല. എന്നാൽ വലിയൊരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. എന്താണ് ആ യാഥാർത്ഥ്യം? അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. സൃഷ്ടികളെ ആരാധിക്കുന്നതിന് പകരം നിങ്ങൾ സൃഷ്ടാവിനെ ആരാധിക്കണം. മരങ്ങളെ ആരാധിക്കരുത്, മരത്തെ സൃഷ്ടിച്ച അല്ലാഹുവിനെ ആരാധിക്കണം. കല്ലുകളെ സൃഷ്ടിക്കരുത്, കല്ലുകളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ ആരാധിക്കണം. ബിംബങ്ങളെക്കാളും നല്ലത് ബിംബങ്ങളെ ഉണ്ടാക്കിയ, കുത്തുപണി ചെയ്ത ആ കൊല്ലനല്ലേ ബിംബങ്ങളെക്കാളും ഉഷാറ്. ബിംബങ്ങള് അതിനെന്താ കഴിയ? മണ്ണ് കുഴച്ച് അത് ഉണ്ടാക്കുന്ന എഞ്ചിനീയേഴ്സ്, അതിന്റെ മുഹന്ദിസ്, അതുണ്ടാക്കുന്ന നിർമ്മാതാക്കൾ, അവർക്കല്ലേ കഴിവ്. ഈ ബിംബത്തിന് എന്ത് കഴിവാണ്? ഈ ബിംബത്തെക്കാളും കഴിവുള്ളവർ ബിംബത്തെ ഉണ്ടാക്കിയവരാണ്. അപ്പൊ ഇതിനെയെല്ലാം ഉണ്ടാക്കിയവനായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ഇത് കേൾക്കുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബൂലഹബാണ് ആദ്യമായി പ്രതികരിക്കുന്നത്. ഏകദേശം എല്ലാവരും അംഗീകരിച്ചു എന്ന മട്ടിലെത്തി, അഥവാ നിഷേധിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ എന്നോട് പറയാണ്, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കും, കാരണം നിങ്ങൾ ഇന്ന് വരെ ഒരു കളവ് പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞു ഏകസ്വരത്തിൽ. എന്നിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് പറയുന്നത് വിഡ്ഢിത്തരല്ലേ, അത് മോശമല്ലേ? കാരണം ഞാൻ ഇന്ന് വരെ നുണ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിച്ചാണ്. ഞാൻ പറയാൻ പോകുന്നതൊക്കെ സത്യമായിരിക്കുമെന്ന് നിങ്ങൾ എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞാണ്. എന്നിട്ട് ഞാനൊരു കാര്യം പറയുമ്പോൾ നിഷേധിക്കാന്ന് പറഞ്ഞ ഉളുപ്പില്ലാത്ത പണിയല്ലേ. അപ്പൊ നബി തങ്ങളത് പറഞ്ഞപ്പോ എല്ലാവരും ഉൾക്കൊണ്ടു എന്ന് തോന്നിയപ്പോ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബൂലഹബ്, തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിച്ചു പോവട്ടെ മുഹമ്മദേ, അലിഹാദാ ജമഅതനാ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? നീ നശിച്ചു പോവട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം നോക്കി അബൂലഹബ് പറയുകയുണ്ടായി. ആ അബൂലഹബിനെ കുറിച്ചാണ് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറക്കിയത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്
സ്വയസ്ലാ നാറൻ ദാത ലഹബ്. അബൂലഹബ് നശിച്ചിരിക്കുന്നുണ്ട്, അബൂലഹബിന്റെ ഭാര്യയും നശിച്ചിട്ടുണ്ട്. രണ്ടുപേരും നാളെ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത്. അബൂലഹബും നശിക്കും, അബൂലഹബിന്റെ ഭാര്യ നാളെ രണ്ടുപേരും ആളിക്കത്തുന്ന നരകാഗ്നിയിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയപ്പോൾ അബൂലഹബിനും അബൂലഹബിന്റെ ഭാര്യയ്ക്കും ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിരന്തരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ കഴിവിന്റെ പരമാവധി ആരോപണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അല്ലാഹുവിന്റെ ഹബീബിനെ തകർക്കാൻ ശ്രമിച്ചു. ഹബീബിന്റെ രണ്ട് പെൺമക്കളെ സ്വന്തം മക്കളോട് ത്വലാഖ് ചെല്ലാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി കല്ലുമായി അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ കടന്നു വരികയുണ്ടായി. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഈ ഒരു സൂറത്തുൽ മസദ്, ഈ സൂറത്തിനെ യുക്തിവാദികൾ പറയുന്നത് അതെന്തിനാ ഞങ്ങൾ ഇന്ന് ഓതുന്നത്? സൂറത്തുൽ മസദ് ഇന്നെന്തിനാ പാരായണം ചെയ്യുന്നത്? അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കുടുംബ പ്രശ്നമാണ്. ഖുർആൻ കാലികമല്ല, ഖുർആൻ കാലികമല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു കുടുംബ പ്രശ്നത്തെ 1400 വർഷങ്ങൾക്ക് ഇപ്പുറത്തുള്ള ഞങ്ങൾ എന്തിനാ പാരായണം ചെയ്യുന്നത്? അല്ലെ, ചോദിക്കുമ്പോ ചോദ്യത്തിൽ ഒരു ഭംഗിയുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബ് നശിച്ചു പോയിട്ടുണ്ട്. അതിപ്പോ നമ്മൾ എന്താ കാര്യം? തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബിന് അവന്റെ സമ്പാദ്യങ്ങൾ ഉപകരിച്ചില്ല, പരിവാരങ്ങളോ അബൂലഹബിന്റെ ചങ്ങാതിമാരോ ആരും അബൂലഹബിന് ഉപകരിച്ചില്ല. തബ്ബത് യദാ അബീ ലഹബിൻ വതബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സ്വയസ്ലാ നാറൻ ദാത ലഹബ്. ആളിക്കത്തുന്ന നരകാഗ്നിയിൽ അബൂലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്. അതേപോലെ അബൂലഹബിന്റെ ഭാര്യയും പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇത് ഇപ്പോഴെന്തിനാ ഇത് നമ്മൾ ഓതുന്നത്? ഇത് ഓതിയിട്ട് എന്താ കാര്യം? 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്നുപോയ ഏതൊരു കുടുംബ പ്രശ്നത്തെ ഇന്നെന്തിനാ ഓതുന്നത് എന്നൊരു ചോദ്യം യുക്തിവാദികൾ ചോദിക്കുന്നുണ്ട്. അബൂലഹബിനെ നശിച്ച അമ്മക്ക് എന്താ? ഈ ആയത്ത് വളരെ വലിയ അത്ഭുതമാണ്. യുക്തിവാദികളായ ആളുകൾക്ക് ഉത്തരം കിട്ടാത്ത ആയത്താണിത്. അവർക്ക് ഏറ്റവും വലിയ മറുപടി ഈ ആയത്തിലുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന ഓരോ ആളുകൾക്കും ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ചെറിയ 2-3 വരികളുള്ള ചെറിയ സൂറത്താണെങ്കിലും പരിശുദ്ധമായ ഖുർആനിൽ ഈ ഒരു ആയത്തെ, ഈ ഒരു സൂറത്തെ ഇറങ്ങിയിട്ടുള്ളൂവെങ്കിൽ അത് മതി ഖുർആനിന്റെ അമാനുഷികത തെളിയിക്കാൻ. കാരണമെന്തേ? ഈ സൂറത്തിലാണ് അള്ളാഹു അത്ഭുതം കാണിച്ചത്. എന്താണ് അത്ഭുതം എന്നറിയോ? അല്ലാഹു പറഞ്ഞു, അബൂലഹബും അബൂലഹബിന്റെ ഭാര്യയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാൻ പോകുന്നില്ല. അബൂലഹബും അബൂലഹബിന്റെ ഭാര്യയും മരിക്കുന്നത് വരെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയൂല എന്നാ പറഞ്ഞു. ആരാണ് അബൂലഹബ്? അവസരം കിട്ടിയാൽ ഇസ്ലാമിനെ തകർക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവനാണ്. അവസരം കിട്ടിയാൽ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവനാണ് അബൂലഹബും ഭാര്യയും. ആ അബൂലഹബിനെയും അബൂലഹബിന്റെ ഭാര്യയെയും അള്ളാഹു വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മരണം വരെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയൂല. അല്ല പറഞ്ഞു, നിങ്ങൾ പറയൂല. എന്റെ ഇവർക്ക് അറബി അറിയില്ലേ? ഇവിടെ ഇല്ലെങ്കിൽ ഇവർക്ക് അറബി അറിയില്ലേ? ആ ആയത്ത് ഇറങ്ങുമ്പോ പടച്ചോനെ വെല്ലുവിളിക്കാൻ വേണ്ടിട്ട് ഒരു തവണ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് ഖുർആൻ ഫൈല്, ഇസ്ലാമും ഫൈല്. മനസ്സിലായോ? ഈ ആയത്ത് ഇറങ്ങുമ്പോ ഇത് കേട്ട സ്വാഭാവികം. എന്നോട് ഒരാൾ പറയാണ്, നിന്നെ പള്ളിയിൽ കയറാൻ ഞാൻ വിടൂല. ഞാൻ കേറിയ തോറ്റില്ലേ? എന്നോട് അങ്ങനെ പറഞ്ഞു, ഈ പള്ളിയിൽ കയറാൻ നിന്നെ വിടൂല, നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ കേറി, അയാൾ തോറ്റില്ലേ? അതേപോലെ അബൂലഹബിനോടും ഭാര്യയോടും പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിയില്ല.
അപ്പൊ ഇസ്ലാമിനെ തകർക്കാൻ ഒരൊറ്റ പണി ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. നാവ് കൊണ്ട് പറഞ്ഞാൽ മതി, ഹൃദയം കൊണ്ട് പറയണ്ട. നാവ് കൊണ്ട് പറഞ്ഞാൽ ഖുർആനും പോയി, ഇസ്ലാമും പോയി. പക്ഷേ മരണം വരെ അബൂലഹബിന് പറയാൻ കഴിഞ്ഞില്ല. ഇത് അത്ഭുതമല്ലേ? നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ അത്ഭുതമാണെന്ന് തോന്നുന്നുണ്ടോ? തോന്നിയാലൊന്ന് കൈപ്പൊക്കെ ഇത് അത്ഭുതമാണ്. അത് മതി. ഇത് വല്ലാത്ത അത്ഭുതമാണ് ഈ ആയത്ത്. ഞാൻ തന്നെ പലപ്പോഴും ഇത് ആലോചിക്കാറുണ്ട്. ഒരു തവണ എങ്ങാനും ഇത് പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ, മരിക്കുന്നതിന് മുമ്പ് ഒരു തവണ അബൂലഹബിന്റെ ഭാര്യയോ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാം അതോടുകൂടി തകരുമായിരുന്നു. മുഅ്മിനീങ്ങളെ, സ്വഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറി അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോൾ അബൂലഹബ് സബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതാണ്. ആ അബൂലഹബിനോടാണ് അല്ലാഹു തആല ഈ ആയത്ത് ഇറക്കി പറഞ്ഞത്, അബൂലഹബേ മുഹമ്മദ് അല്ല നശിക്കുന്നത് നീയാണ്. നീയും നിന്റെ ഭാര്യയും നാളെ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അബൂലഹബിന് ഈ ഒരു ആയത്ത് കൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ കഴിയുമായിരുന്നു. അല്ലാഹുവിന്റെ വെല്ലുവിളിയാണ്. പക്ഷേ അബൂലഹബിന് മരണം വരെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞില്ല. അബൂലഹബിന്റെ ഭാര്യയ്ക്കും കഴിഞ്ഞില്ല. ഈ ആയത്ത് തന്നെയാണ് യുക്തിവാദികൾക്കും അതുപോലെ നിരീശ്വരവാദികൾക്കും പരിശുദ്ധമായ ഇസ്ലാമിനെ വെല്ലുവിളിക്കുന്ന, പരിശുദ്ധമായ ഖുർആനിനെ വെല്ലുവിളിക്കുന്ന എല്ലാ മതം വിട്ട പെണ്ണിനുമുള്ള ഏറ്റവും വലിയ മറുപടി ഈ പരിശുദ്ധമായ ആയത്ത് തന്നെയാണ്. മതം വിട്ട പെണ്ണായാലും അധ്യാപകരായാലും മാഷായാലും ടീച്ചർമാരായാലും അവർക്കൊക്കെയുള്ള മറുപടി ഈ പരിശുദ്ധമായ സൂറത്തുൽ മസദിലുണ്ട്. ഒരു തവണ അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ അതിന്റെ അത്ഭുതങ്ങൾ അകത്തേക്ക് കയറും. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ് എന്ന് നമ്മൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഈ മഹത്തായ പ്രകാശത്തെ, ഈ മഹത്തായ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കണ്ട. ഇത് ഊതിയാൽ കെടുന്ന മതമല്ല. ഇത് കൊടുങ്കാറ്റുകൾ കൊണ്ട് കെട്ടുപോകുന്ന മതമല്ല. ഈ പരിശുദ്ധമായ ഇസ്ലാം ആരാണോ അല്ലാഹുവല്ലേ ഈ പരിശുദ്ധമായ ഇസ്ലാം നമ്മൾക്ക് പറഞ്ഞു തന്നത്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. അല്ലാഹു തആലയാണ് ഈ പരിശുദ്ധമായ ഇസ്ലാം നമ്മൾക്ക് തന്നത്. ആ ഇസ്ലാമിനെ സംരക്ഷിക്കാനും അല്ലാഹുവിനറിയാം. അതുകൊണ്ട് ഏത് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും അതിനെ പേടിച്ച് പിന്തിരിയേണ്ടവരല്ല മുസ്ലിം. വെല്ലുവിളികൾ വരുമ്പോൾ ഈമാൻ വർദ്ധിക്കേണ്ടവരാണ് നമ്മൾ. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹുവേ നീ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ആരെയാണ് റബ്ബേ പേടി? നീ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ആരെയാണ് പേടി? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള പ്രഗൽഭരായ സ്വഹാബാക്കളോട് വലിയ ഒരു ശത്രുക്കളുടെ സൈന്യം ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് ഏതോ ഒരാൾ വന്ന് മഹാന്മാരായ പ്രവാചകനോടും സ്വഹാബാക്കളോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ വാക്ക് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. ആലു ഇംറാൻ സൂറത്ത്. അല്ലാഹു പറയാണ്, അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ അവരോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വലിയൊരു പട്ടാളം തയ്യാറായിട്ടുണ്ട്. നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി, നിങ്ങളോട് പടപൊരുതാൻ വേണ്ടി വലിയ ഒരു സൈന്യം തയ്യാറായിട്ടുണ്ട്. ഫഖ്ശൗഹും, അതുകൊണ്ട് അവരെ നിങ്ങൾ പേടിക്കണേ, അവരെ നിങ്ങൾ ഭയക്കണേ എന്ന് പറഞ്ഞപ്പോൾ പേടിച്ച് വിരണ്ടോടിയവരല്ല മഹാന്മാരായ സ്വഹാബാക്കൾ. ഇനി പൗരത്വമില്ലായാലും NRC ആയാലും അതേപോലെ ഖാബായാലും എന്തായാലും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. ആരെങ്കിലും പടക്കം പൊട്ടിക്കുമ്പോൾ പേടിക്കേണ്ടവരല്ല നമ്മൾ. ഇതിനേക്കാളും വലിയ വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ മഹാന്മാരായ സ്വഹാബാക്കൾ നേരിട്ടിട്ടുണ്ട്. നമ്മുടെ പൂർവസൂരികളായ പ്രവാചകന്മാരും അതേപോലെ മഹാന്മാരായ സ്വഹാബാക്കളും നേരിട്ടിട്ടുണ്ട്. പക്ഷെ എവിടെയൊക്കെ പ്രതിസന്ധി ഉണ്ടായോ ആ പ്രതിസന്ധിയുടെ തൊട്ടുപിന്നാലെ മഹാവിജയമാണ് ഓരോ പ്രതിസന്ധിയുടെയും തൊട്ടുപിന്നാലെ ഉണ്ടായത്. പക്ഷേ പ്രതിസന്ധികളെ ക്ഷമയോടെ തരണം ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇവിടെ പറയുന്നത് അല്ലദീന ഖാല ലഹുമുന്നാസ്,
ജനങ്ങൾ അവരോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വലിയൊരു സൈന്യം തയ്യാറായിട്ടുണ്ട്. ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്, പേടിക്കുകയല്ല ചെയ്തത്. അല്ലാഹ് ഇനി എന്താ ചെയ്യാ? ഇന്ത്യയിൽ നിന്ന് പുറത്താകുമോ? അല്ല, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കേണ്ടി വരുമോ എന്നല്ല, പേടിച്ച് വിറക്കുകയല്ല വേണ്ടത്. ഫസാദഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് വേണ്ടത്, നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അവർ പറഞ്ഞു, വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹുവേ നീ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ആരെയാണ് റബ്ബേ പേടി? ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് നീ ഉണ്ടല്ലോ റബ്ബേ, വനിഅമൽ വകീൽ, നീ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വേറെ ഒരാളെയും പേടിയില്ല. ഞങ്ങൾ ഞങ്ങളുടെ സമ്പാദ്യങ്ങളെ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ദീനിനെ എല്ലാം ഞങ്ങൾ നിന്നെ പരമേൽപ്പിക്കുകയാണ് റബ്ബേ. ഏത് പ്രതിസന്ധി സമയത്തും ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മുടെ വാക്കിലൂടെ കടന്നു വരേണ്ടത്, നമ്മുടെ നാവിലൂടെ കടന്നു വരേണ്ടത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇവര് വാക്ക് ചൊല്ലിയാൽ പിന്നെ നമ്മുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഒരു പ്രയാസവും നമ്മെ തൊട്ടു തീണ്ടൂല എന്ന് തന്നെയാണ് പരിശുദ്ധ ഖുർആനും പരിശുദ്ധ ഹദീസും നമ്മോട് പഠിപ്പിക്കുന്നത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിനെ പരമേൽപ്പിച്ചാൽ അയാളുടെ കൂടെ അല്ലാഹു ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. സഹോദരിമാരായാലും സഹോദരന്മാരായാലും ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും വമൻ യതവക്കൽ അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ തയ്യാറായാൽ, ഏത് വിഷയവും അല്ലാഹുവിനെ ഏൽപ്പിക്കാൻ തയ്യാറായാൽ, വലിയ ഒരു പ്രതിസന്ധിയുടെ വാർത്ത കേട്ടു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, വലിയ ഒരു പരീക്ഷണത്തിന്റെ കഥ കേട്ടു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഇങ്ങനെ അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ തയ്യാറായാൽ ഫഹുവ ഹസ്ബുഹ്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മൾക്ക് വാക്ക് നൽകിയത്. പരിശുദ്ധ ഖുർആനാണ് നമ്മൾക്ക് സന്തോഷ വാർത്ത നൽകിയത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വാക്ക് നൽകിയാൽ വാക്ക് പൂർത്തീകരിക്കുന്നവനാണ്. അല്ലാഹു ഒരു വാക്ക് നൽകിയാൽ വാക്ക് പൂർത്തീകരിക്കും. ربنا وآتنا ما بعثتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകിയ വാഗ്ദാനം നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക്, അല്ലാഹുവേ നിന്റെ പ്രവാചകന്റെ മേൽ, പ്രവാചകനോട് നീ നൽകിയ വാഗ്ദാനം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. കാരണം ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, നീ ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് ലംഘിക്കാത്തവനാണ് നീ, ആ വാക്ക് പൂർത്തീകരിക്കുന്നവനാണ് നീ. ആ അല്ലാഹുവിന്റെ വാക്കാണ് നമ്മൾ ഇവിടെ പാരായണം ചെയ്തത്. അല്ലാഹു ഒരു വാക്ക് നൽകിയാൽ ഒരു സൗണ്ട് കുറക്കോ, അല്ലാഹു ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് വാക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അല്ലാഹു ഒരിക്കലും ലംഘിക്കുകയോ ആ വാക്കിൽ അല്ലാഹു ഒരിക്കലും പൂർത്തീകരിക്കാതിരിക്കുകയോ ചെയ്യില്ല. ആ റബ്ബിന്റെ വാക്ക് വിശ്വസിക്കുന്നവരാവണം നമ്മൾ. ആ അല്ലാഹു ആണ് പറയുന്നത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് നിങ്ങൾ പറയാൻ തയ്യാറായാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം, നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരാൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളമ ഔ അജഹല ഔ യുജഹല അലയ്യ എന്ന ദിക്ർ ചൊല്ലി വീട്ടിൽ നിന്നൊരാൾ പുറത്തിറങ്ങിയാൽ തിരിച്ചു വരുന്നത് വരെ അയാളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമെന്ന് അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്.
അപ്പൊ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളും അല്ലാഹുവിനെ ബരമേൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, പരിശുദ്ധ ഇസ്ലാമിൽ വിശ്വസിച്ചതിന്റെ പേരിൽ മഹാന്മാരായ സ്വഹാബാക്കളെ മദീനയിൽ നിന്ന് ഇറക്കി വിടുന്നൊരു രംഗമുണ്ട്, മക്കയിൽ നിന്ന് ഇറക്കി വിടുന്നൊരു രംഗമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുച്ചരിച്ചതിന്റെ പേരിൽ, ഇത് പറഞ്ഞതിന്റെ പേരിൽ പരിശുദ്ധമായ മക്കയിൽ നിന്ന്, ജനിച്ച നാട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിനെയും മഹാന്മാരായ സ്വഹാബാക്കളെയും ഇറക്കി വിടുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, ആദ്യമായി മക്ക വിട്ടുപോയത് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവാണ്. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായി മക്ക വിട്ടുപോയത്. ജഅഫർ തങ്ങളുടെ കൂടെ ഒരുപാട് മുസ്ലിമീങ്ങളായ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അവരെല്ലാവരും നേരെ പോയത് ഹബ്ശീനിയിലേക്കാണ്. അവിടെയുണ്ട് ഒരു നജ്ജാശി രാജാവ്. ആ നജ്ജാശി രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾ മക്കയിൽ നിന്ന് വരുന്നവരാണ്, മക്കയിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നത് നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം പുറത്തുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കണം, ഞങ്ങളെ തള്ളിപ്പറയരുത്, ഞങ്ങളെ ഇറക്കി വിടരുത്. വളരെ സന്തോഷത്തോടെ നജ്ജാശി രാജാവ് ഈ ആളുകളെ എല്ലാം സ്വീകരിച്ചിരുത്തുമ്പോഴാണ് മക്കയിൽ നിന്ന് 3 ആളുകൾ നജ്ജാശി രാജാവിന്റെ സമീപത്തേക്ക് പോയത്. എന്നിട്ട് നജ്ജാശി രാജാവിനോട് പറഞ്ഞതെന്താ? നജ്ജാശി രാജാവിനോട് പറഞ്ഞത്, ഈ മുസ്ലിമീങ്ങൾ മക്കയിലെ പ്രശ്നക്കാരാണ്, ഈ മുസ്ലിമീങ്ങൾ മക്കയിലെ പ്രശ്നക്കാരാണ്. അവിടെ നിന്ന് കുടുംബം കലക്കിയവരാണവർ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ, ഭിന്നിപ്പുണ്ടാക്കിയവർ. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇവരെ താമസിപ്പിച്ചാൽ ഇവര് നിങ്ങളുടെ നാട്ടിലും അതേപോലെ ഭിന്നിപ്പുണ്ടാക്കും, ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചേക്കണമെന്ന് നജ്ജാശി രാജാവിനോട്, ഹബ്ശീനയിലെ നജ്ജാശി രാജാവിനോട് മക്കയിൽ നിന്ന് കടന്നു വന്ന 3 ആളുകൾ പറയുകയുണ്ടായി. അപ്പോഴാണ് നജ്ജാശി രാജാവ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് അടക്കമുള്ള പ്രഗൽഭരായ സ്വഹാബാക്കളെ വിളിച്ചു പറഞ്ഞത്, നിങ്ങളെ കുറിച്ച് ഇങ്ങനൊരു അഭിപ്രായമാണ് നിങ്ങളുടെ നാട്ടുകാർക്കുള്ളത്, ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോഴാണ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്താണ് ഇസ്ലാം എന്ന് ഈ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകും. ഇസ്ലാം എന്താണെന്ന് ഈ ഒരു പ്രസംഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു പ്രസംഗം കേട്ടാൽ, ഈ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ ഹ്രസ്വമായ ഈ ഭാഷണം കേട്ടാൽ ലോകത്തെ ആളുകൾക്ക് എന്താ ഇസ്ലാം എന്ന് മനസ്സിലാവും. അപ്പൊ ഇസ്ലാം എന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രസംഗം കേട്ട് അയച്ചു കൊടുത്താൽ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിന്റെ മുമ്പിൽ എണീറ്റ് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇസ്ലാം എന്താണെന്നറിയില്ല, അദ്ദേഹത്തിന് ഇസ്ലാം എന്താണെന്നറിയില്ല. എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ വിവരമില്ലാത്ത, സംസ്കാരമില്ലാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിലെ സംസ്കാരമില്ലാത്ത, വിവരമില്ലാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു ഞങ്ങൾ. നഅബുദുൽ അസ്നാം, ബിംബങ്ങളെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത്, കല്ലുകളെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത്, മരങ്ങളെ, വൃക്ഷങ്ങളെ, സൂര്യനെ, വെള്ളത്തെ, ഇങ്ങനെ സൃഷ്ടികളെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത്. വനഅകുലുൽ മൈത, ചത്തുപോയ ശവങ്ങളെ ഞങ്ങൾ തിന്നാറുണ്ടായിരുന്നു. വനഅതിൽ ഫവാഹിഷ്, ഞങ്ങൾ വ്യഭിചരിക്കാറുണ്ടായിരുന്നു. വനഖതഉൽ റഹാം, കുടുംബബന്ധം വിച്ഛേദിക്കാറുണ്ടായിരുന്നു. വനസീഉൽ ജീറാൻ, അയൽവാസികളോട് മോശമായി പെരുമാറാറുണ്ടായിരുന്നു. വയഅകുലു മിന്നൽ ഖവിയ്യു വയഅകുലുൽ ഖവിയ്യു മിന്നൽ ളഈഫ്, ആരോഗ്യവാന്മാർ, ആരോഗ്യ ദൃഢഗാത്രന്മാരായ ആളുകൾ ദുർബലരായ, ബലഹീനരായ, ഫഖീറായ ആളുകളുടെ സമ്പാദ്യം പിടിച്ചുപറ്റി തിന്നാറുണ്ടായിരുന്നു. കയ്യൂക്കുള്ളവൻ കാര്യസ്ഥൻ എന്ന് പറഞ്ഞതുപോലെ, കയ്യൂക്കുള്ളവൻ കാര്യസ്ഥൻ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളിൽ അംഗബലമുള്ളവൻ, കഴിവുള്ളവൻ, പവറുള്ളവൻ, ബലഹീനരായ ആളുകളുടെ സമ്പാദ്യങ്ങൾ അടിച്ചു മാറ്റാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നതിനിടയിലാണ് ഞങ്ങളിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. അയാൾ 40 വർഷക്കാലം ഞങ്ങളുടെ കൂടെ ജീവിച്ചവരാണ്. 40 വർഷക്കാലം ഞങ്ങളുടെ കൂടെ ജീവിച്ചവനാണ് അയാൾ.
എന്നു മാത്രമല്ല 40 വർഷത്തിനിടയിൽ ഒരു നുണ പോലും പറഞ്ഞത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഒരു പ്രശ്നമുണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിയാം, അദ്ദേഹത്തിന്റെ തറവാട് അറിയാം, അദ്ദേഹത്തിന്റെ സത്യസന്ധത അറിയാം, അദ്ദേഹത്തിന്റെ വിശ്വസ്തത അറിയാം. ഇതെല്ലാം ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ഒരാളാണ് ഞങ്ങളോട് വന്ന് പറയുന്നത് ഞങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ബിംബങ്ങളെയോ മരങ്ങളെയോ കല്ലുകളെയോ ആരാധിക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു മരത്തെ ആരാധിക്കുന്നതിനേക്കാളും നല്ലത് മരത്തെ സൃഷ്ടിച്ച അല്ലാഹുവിനെ ആരാധിക്കലാണ്. അതേപോലെ കല്ലുകളെ ആരാധിക്കുന്നതിനേക്കാളും നല്ലത് കല്ലുകളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ ആരാധിക്കലാണ്. സൂര്യനെ ആരാധിക്കുന്നതിനേക്കാളും നല്ലത്, മൃഗത്തെ ആരാധിക്കുന്നതിനേക്കാളും നല്ലത് അതിനെയെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കലാണ്. അന്നു മുതൽ ഞങ്ങൾ ബിംബങ്ങളെ ആരാധിച്ചില്ല, അള്ളാഹുവിനെ ആരാധിച്ചു എന്നതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഒരാള് ബിംബത്തെ ആരാധിക്കുന്നു, മറ്റൊരാള് മരത്തെ ആരാധിക്കുന്നു, വേറെ ഒരാൾ അള്ളാഹുവിനെ ആരാധിക്കുന്നു. എന്താ തെറ്റാണോ? ഇയാൾക്ക് ബിംബത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ മറ്റൊരാൾക്ക് മൃഗത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ അപ്പുറത്തുള്ള ആൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? നീ എന്താടാ ബിംബത്തെ ആരാധിക്കുന്നത് ചോദിച്ചാൽ അടിച്ചോ? ഇല്ല. നീ എന്താടാ മൃഗത്തെ ആരാധിക്കുന്നത് ചോദിച്ചാൽ അടിച്ചോ? ഇല്ല. പിന്നെന്തിനാണ് ഇയാൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാൾ അടിക്കാൻ പോകുന്നത്? ബിംബത്തെ ആരാധിക്കുന്ന ഒരാൾക്ക് നീ ബിംബത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞ് അടിക്കാൻ നിന്നാൽ നീ അള്ളാഹുവിനെയും ആരാധിക്കണ്ട എന്ന് പറഞ്ഞ് തിരിച്ചടിക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. നീ എന്തിനാ ബിംബത്തെ ആരാധിക്കുന്നത് ചോദിച്ചിട്ടില്ല. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ കഴിയുമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. കല്ലുകളെ ബിംബങ്ങളെ ആരാധിക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ അള്ളാഹുവിനെ ആരാധിക്കാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമില്ലേ? ചോദ്യം വളരെ പ്രസക്തമാണ്. പിന്നെ പറഞ്ഞു, ഞങ്ങളോട് കള്ളം പറയരുത് എന്ന് പറഞ്ഞു. കള്ളം പറയരുത്, സത്യമേ പറയാൻ പാടുള്ളൂ. അപ്പൊ കള്ളം പറയരുത്, സത്യമേ പറയാൻ പാടുള്ളൂ, അത് തെറ്റാണ്. ഇസ്ലാം വരുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ, മുസ്ലിം ആകുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ എന്താണ്? ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവരുടെ അവസ്ഥ എന്താണ്? ഇസ്ലാം വരുന്നതിന് മുമ്പ് ഞങ്ങൾ കള്ളം പറയുമായിരുന്നു, മുസ്ലിമായപ്പോൾ ഞങ്ങൾ കളവ് നിർത്തി, അത് തെറ്റാണോ? മുസ്ലിമായപ്പോൾ ഞങ്ങൾ കളവ് നിർത്തുകയുണ്ടായി, അത് ഞങ്ങൾ ചെയ്ത തെറ്റാണോ? പിന്നെ പറഞ്ഞു, വിശ്വസ്തത കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. വിശ്വസ്തത കാത്തു സൂക്ഷിക്കണം. വിശ്വസിച്ച ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവിടെ വഞ്ചന നടത്താൻ പാടില്ല, അവിടെ ചതി നടത്താൻ പാടില്ല. അഥവാ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്, മൊബൈൽ ഫോൺ ഏൽപ്പിച്ചു, വാത് കഴിയുന്നത് വരെ പിടിക്കണം, വാത് കഴിഞ്ഞ് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ വാത് കഴിയുമ്പോൾ തിരിച്ചു തരണം. ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളോ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ നമ്മുടെ ബിൽഡിങ്ങുകളോ നമ്മെ ഏൽപ്പിക്കുകയാണ്, വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുകയാണ്. ഇതാ നീ പിടിച്ചോ, ഞാൻ ഗൾഫിൽ പോയി വരുമ്പോ തന്നാ മതി. കാറ് ചങ്ങാതി ഏൽപ്പിച്ചു, തിരിച്ചു വരുമ്പോ തരണം. തിരിച്ചു വരുമ്പോ അതേപോലെ കൊടുക്കണം. എങ്ങനെയാണോ തന്നത് അതേപോലെ കൊടുക്കണം. അവിടെ പൊട്ടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കി, അപകടങ്ങൾ ഉണ്ടാക്കി, ക്യാമറ അടിച്ച് ഫൈൻ ഉണ്ടാക്കി തിരിച്ചു കൊടുക്കുന്നത് വിശ്വാസ വഞ്ചനയാണ്. നിങ്ങൾ സത്യസന്ധത വേണം, അതോടൊപ്പം വിശ്വസ്തത വേണം, വിശ്വാസ വഞ്ചന നടത്തരുത് എന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാസ വഞ്ചന നടത്തുന്ന ആളായിരുന്നു ഞങ്ങൾ. മുസ്ലിം ആയതിനു ശേഷം വിശ്വാസ വഞ്ചന നിർത്തി, അത് ഞങ്ങൾ ചെയ്ത തെറ്റാണോ? അടുത്ത ചോദ്യം വന്നു, വസിലത്തുർ റഹീം. വസിലത്തുർ റഹീം, കുടുംബബന്ധം ഞങ്ങൾ ചേർക്കാറുണ്ടായിരുന്നു. കുടുംബബന്ധം ഞങ്ങൾ ചേർക്കാറുണ്ടായിരുന്നു. ആ കുടുംബബന്ധം ചേർക്കാൻ ഞങ്ങളോട് പറഞ്ഞത് ഇസ്ലാമാണ്. നേരത്തെ ഞങ്ങൾ കുടുംബക്കാരെ പരിഗണിക്കുമായിരുന്നില്ല. ഞങ്ങൾ യുദ്ധം ചെയ്യാറുണ്ടായിരുന്നു. സ്വന്തം ജ്യേഷ്ഠനോട് യുദ്ധം ചെയ്യും, സ്വന്തം അനുജനോട് യുദ്ധം ചെയ്യും, കുടുംബങ്ങളോട് യുദ്ധം ചെയ്യും. പിന്നെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു കുടുംബബന്ധം ചേർക്കണമെന്ന്. കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകൂല എന്ന്. കുടുംബക്കാരോട് തെറ്റി നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകൂല എന്ന്. പിണങ്ങി നിന്നാൽ അവന്റെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല. അങ്ങനല്ലേ യാഥാർത്ഥ്യം? തെറ്റി നിൽക്കുന്നവന്റെ ഇബാദത്ത് അല്ലാഹുവിന് വേണോ? ചൊടിച്ചു നിൽക്കുന്ന ഒരാൾ ഖിയാമത്ത് നാൾ വരെ
പള്ളിയിൽ ഇരുന്നിട്ട് സുജൂദിൽ കിടന്നാലും അയാളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവർ, അയൽവാസികളോട് പിണങ്ങി നിൽക്കുന്നവർ, നാട്ടുകാരോട് പിണങ്ങി നിൽക്കുന്നവർ, ചങ്ങാതിമാരോട് പിണങ്ങി നിൽക്കുന്നവർ, ആരോടായാലും പിണങ്ങി നിൽക്കുന്ന ആളുകൾ അവരുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. അവരെത്ര വലിയ ആബിദീങ്ങളാണെങ്കിലും ശരി, എത്ര വലിയ നിസ്കാരക്കാരാണെങ്കിലും ശരി, അവരുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഇരിക്കുന്ന സദസ്സിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല. അവരിരിക്കുന്ന സദസ്സിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങൂല. അവരിരിക്കുന്ന സദസ്സിൽ വെച്ച് ദുആ ചെയ്താൽ അല്ലാഹു തആല ദുആഇനെ സ്വീകരിക്കൂല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗൽഭരായ സ്വഹാബാക്കൾ പറയുന്നുണ്ട്, പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ പ്രാർത്ഥനയെ അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. ഈ സദസ്സിലേക്ക് എത്ര പേരുണ്ടാവും? പെണ്ണുങ്ങളായി ആണുങ്ങളായി എത്ര ആളുകൾ തെറ്റി നിൽക്കുന്നവരുണ്ടാവും. കുടുംബക്കാരോട് മിണ്ടാത്തവർ, കുടുംബക്കാരോട് സംസാരിക്കാത്തവർ, വർഷങ്ങളായി എന്റെ മയ്യിത്ത് പോലും കാണാൻ വരരുത് എന്ന് പറയുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ പിണങ്ങിയും തെറ്റിയും നിന്നിട്ടാണ് നമ്മൾ വരെ നിസ്കാരക്കാരായി നിസ്കാരത്തഴമ്പുമായി അള്ളാഹുവിനെ കാണാൻ പോകുന്നത്. പക്ഷേ അവന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. അവന്റെ ഒരു നിസ്കാരവും അല്ലാഹുവിന് വേണ്ട. അവന്റെ ഒരു സ്വതഖയും അല്ലാഹുവിന് വേണ്ട. നാളെ പാരത്രിക ലോകത്തേക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുമ്പോൾ അല്ലാഹു തആല അവന്റെ ഒരു അമലും സ്വീകരിച്ചിട്ടുണ്ടാവൂല. എല്ലാ ആഴ്ചയും 2 തവണ അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമി ലോകത്ത് നിന്ന് ആകാശത്തേക്ക് നന്മകൾ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ ആളുകളുടെയും നന്മകളെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോൾ അല്ലാഹു തആല ഓരോ ആളുകളുടെ അമലുകളുടെ കണക്കും എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും അല്ലാഹു നോക്കും. നോക്കിയിട്ട് പടച്ചോനെ, ഈ 2 ആളുകൾ പിണങ്ങി നിൽക്കുന്നവരാണ്, 2 ആളുകൾ തെറ്റി നിൽക്കുന്നവരാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? മാറ്റിവെക്കുന്നവർ, അത് വേണ്ട, മാറ്റി തെറ്റി നിൽക്കുന്നവരുടെ ഒരു അമലും എനിക്ക് വേണ്ട എന്നാണ് അല്ലാഹു പറയുന്നത്. പിണങ്ങി നിൽക്കുന്നവരുടെ ഒരാളുടെ അമലും എനിക്ക് വേണ്ട എന്നാണ് അല്ലാഹു പറയുന്നത്. പിണങ്ങി നിൽക്കുന്ന സ്വഭാവക്കാരായിരുന്നു ഞങ്ങൾ, കുടുംബക്കാരുമായി തെറ്റി നിൽക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. ഞങ്ങളോട് പറഞ്ഞു, കുടുംബക്കാരുമായി ചൊടിച്ചു നിൽക്കരുത്, കുടുംബബന്ധം വിച്ഛേദിക്കരുത്, കുടുംബക്കാരുമായി പിണങ്ങരുത്. അതോടുകൂടി ഞങ്ങൾ കുടുംബക്കാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി, വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? കുടുംബക്കാരോട് തെറ്റി നിൽക്കുന്ന ഞങ്ങൾ കുടുംബക്കാരുമായിട്ടുള്ള പിണക്കം മാറി സലാം പറഞ്ഞു സംസാരിച്ചു, അത് ഞങ്ങൾ ചെയ്ത തെറ്റാണോ? പിന്നെ പറഞ്ഞു, രാജാവേ വഹസ്നിൽ ജിവാർ, ഞങ്ങളോട് പറഞ്ഞു അയൽവാസികളോട് മാന്യമായി പെരുമാറണം, അയൽവാസികളോട് മോശമായി പെരുമാറരുതേ, അയൽവാസികളോട് മാന്യമായി പെരുമാറണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അന്നു മുതൽ അയൽവാസികളോട് ഞങ്ങൾ മാന്യമായി പെരുമാറാൻ തുടങ്ങി. അവരോട് ഞങ്ങൾ പിണങ്ങൂല, അവരെ നമ്മൾ എതിർക്കൂല, അവരോട് മോശമായി പെരുമാറൂല, ഒച്ചപ്പാടുണ്ടാക്കൂല, ബഹളമുണ്ടാക്കൂല, അവർക്കെതിരെ ഫിത്നയുണ്ടാക്കൂല, എല്ലാം നിർത്തി. അന്നു മുതൽ അയൽവാസികളോട് ഞങ്ങൾ മാന്യമായി പെരുമാറാൻ തുടങ്ങി. അയൽവാസികളോട് മാന്യമായി പെരുമാറിയാലേ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവുള്ളൂ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചപ്പോ അയൽവാസികളെ ബഹുമാനിക്കാൻ തുടങ്ങി. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? വനഹാനാ അനിൽ ഫവാഹിഷ്, ഞങ്ങൾ വ്യഭിചരിക്കാറുണ്ടായിരുന്നു. വ്യഭിചരിക്കും, പെണ്ണിനോട് താല്പര്യം തോന്നിയാൽ അവളെയും കൂട്ടി കിടപ്പറ പങ്കിടാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. അത് ആരുടെ മകളായാലും ആരുടെ ഭാര്യയായാലും ആരുടെ സഹോദരിയായാലും ആരോടെങ്കിലും വികാരം തോന്നിയാൽ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ അവരുമായി കിടപ്പറ പങ്കിടാൻ ഞങ്ങൾക്കൊരു മടിയും ഉണ്ടായിട്ടില്ല. നബി തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നത്, നബിയെ, ഞാൻ മുസ്ലിം ആവാം, പക്ഷേ എനിക്ക് വ്യഭിചരിക്കാൻ അവസരം തരണം. മുസ്ലിം ആവാം, മുസ്ലിം ആയതിനു ശേഷം വ്യഭിചാരം ഹറാമാണെന്ന് എന്നോട് പറയരുത്, അതെനിക്ക് മാറ്റി നിർത്താൻ പറ്റൂല, വ്യഭിചാരം എന്റെ വീക്ക്നെസ് ആണ്. ആയിക്കോട്ടെ, അയാൾ മുസ്ലിമായി. പിന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് അയാളോട് ചോദിച്ചത്,
നിന്റെ ഉമ്മയെ മറ്റൊരാള് വ്യഭിചരിക്കുന്നത്, നിന്റെ സഹോദരിയെ മറ്റൊരാള് വ്യഭിചരിക്കുന്നത്, നിന്റെ ഭാര്യയെ മറ്റൊരാള് വ്യഭിചരിക്കുന്നത്, നിന്റെ മക്കളെ മറ്റൊരാള് വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? അല്ല. എന്നാൽ നീ വ്യഭിചരിക്കുന്നത് ഒന്നുകിൽ മറ്റൊരാളുടെ ഉമ്മ, അല്ലെങ്കിൽ സഹോദരി, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ ഭാര്യ. അവർക്കും അത് ഇഷ്ടമല്ലല്ലോ, ഒഴിവാക്കുക. ഇത് കേട്ടപ്പോ പടച്ചോനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നാ എനിക്കത് ഇനി വേണ്ട, ഞാൻ നിർത്തി. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമായി വ്യഭിചാരം മാറി എന്ന് പറഞ്ഞയാൾ തിരിച്ചുപോയി. എനിക്ക് വ്യഭിചാരത്തിന് മാത്രം എക്സ്ക്യൂസ് തരണം, അതിന് മാത്രം നിങ്ങൾ സ്ട്രിക്റ്റ് ആക്കരുത്. ബാക്കിയൊക്കെ ഓക്കെ, നിസ്കരിക്കാം, ഖുർആൻ ഓതാം, സകാത്ത് കൊടുക്കാം, നോമ്പ് നോക്കാം, പലിശ തിന്നൂല, പക്ഷെ ഈ വിഷയം നിങ്ങൾ അങ്ങനെ സ്ട്രിക്റ്റ് ആക്കാൻ പാടില്ല. ആയിക്കോട്ടെ. പക്ഷെ ഇത് പറഞ്ഞപ്പോഴേക്കും അയാളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി. ഇതാണോ രാജാവേ, വ്യഭിചാരം ഞങ്ങൾ നിർത്തി, ഞങ്ങളുടെ ഭാര്യ ഹലാലായ ഭാര്യയല്ലാതെ വേറെ ഒരു ഹറാമായ ഇടപാടും ഞങ്ങൾക്കുണ്ടായില്ല, ഞങ്ങൾ നിർത്തിവെച്ചു. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? യതീമക്കളുടെ സമ്പാദ്യം ഞങ്ങൾ തിന്നാറുണ്ടായിരുന്നു. അനാഥരായ ആളുകൾ പിതാവ് മരിച്ചുപോയാൽ അവരെ പരിഗണിക്കാതെ അവരുടെ സമ്പാദ്യം ഞങ്ങൾ കട്ടെടുക്കാറുണ്ടായിരുന്നു. ഞങ്ങളത് നിർത്തി. ഇതെല്ലാം ഞങ്ങൾ നിർത്തി. ഇതാണ് ഞങ്ങളിലുണ്ടായ മാറ്റം. നിങ്ങൾ പറയണം രാജാവേ, ഇത് ഞങ്ങൾ ചെയ്ത തെറ്റാണോ? ഇതിന്റെ പേരിലാണ് മക്കയിൽ നിന്ന് ബഷീനയിലേക്ക് ഞങ്ങളെ ആട്ടിയോടിച്ചത്. എന്നിട്ട് ഞങ്ങളെ വധിക്കാനുള്ള താല്പര്യത്തോടെ, പീഡിപ്പിക്കാനുള്ള താല്പര്യത്തോടെ തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോഴാണ് നജാഷി രാജാവ് പറഞ്ഞത്, ഞാനുള്ള കാലത്തോളം നിങ്ങൾക്കിടെ സ്വതന്ത്രമായി ജീവിക്കാം, ഞാനുള്ള കാലത്തോളം നിങ്ങൾക്കൊരു പേടിയും പേടിക്കണ്ട, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല. എന്നാൽ ഇത് തന്നെയാണ് മുസ്ലിം, ഇത് തന്നെയാണ് ഇസ്ലാം. ഈ ഇസ്ലാമിനെയാണ് ലോകത്തിന് നമ്മൾ കാഴ്ചവെക്കേണ്ടത്. ഈ ഇസ്ലാമിനെയാണ് ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. ഇസ്ലാമിന്റെ ലോകത്തിന്റെ ദാഹം ഇങ്ങനെ ഒരു മുസ്ലിമിനെ കാണാനാണ്. അപ്പൊ അങ്ങനെ ഒരു മുസ്ലിമായി നമ്മൾ മാറിയാൽ ഒരാളും നമ്മൾക്കെതിരെ തിരിയൂല. മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്സത്തും പ്രതാപവും തിരിച്ചു നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതിനാണ്. ആർക്കെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടെങ്കിൽ, ഇസ്ലാമോ ഫോബിയ മൂലം ലോകത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഇരിക്കാൻ തുടങ്ങിയ അന്ന് തുടങ്ങിയതാണ് ഇസ്ലാമോഫോബിയ. എന്തുകൊണ്ട്? വ്യഭിചാരികളായ ആളുകൾക്ക് സ്വതന്ത്രമായി വ്യഭിചരിക്കാൻ കഴിയില്ല, കള്ളപ്പലിശക്കാർക്ക് പലിശയുടെ ഇടപാട് നടത്താൻ കഴിയില്ല, കള്ളുകുടിയന്മാരായ ആളുകൾക്ക് കള്ളു കുടിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഓരോ തെറ്റായ കാര്യങ്ങളെയും മുഖം നോക്കി പറയാനും തെറ്റ് തിരുത്താനും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് കാരണത്താൽ ആളുകൾക്ക് ഇസ്ലാമിനോട് വെറുപ്പ് തോന്നി. ലോകത്തും മതമുണ്ടാവരുത് എന്ന ചിന്തയാണ്. ഇങ്ങനെ ഓരോന്നായി മതമില്ലാതെ എന്ത് വേണോ, എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്ത് ജീവിക്കണമെന്നുള്ള താല്പര്യം. ആദ്യം തകർക്കേണ്ടത് ഇസ്ലാമിനെയാണ്. ഇസ്ലാം തകർന്നാൽ മറ്റുള്ള മതങ്ങളെല്ലാം ഒന്നിന് പിറകെ ഒന്നായി നശിച്ചോളും എന്ന് ഇവിടെയുള്ള എല്ലാ യുക്തിവാദികൾക്കും അറിയാം. അപ്പൊ ഈ മഹത്തായ ഇസ്ലാമിനെ ജനങ്ങളുടെ മുമ്പിൽ ഭീമാകാരമായ വർഗീയതയുടെ തീവ്രവാദത്തിന്റെ പട്ടമേൽപ്പിച്ച് ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരോടാണ് പറയുന്നത്, കർബല എന്ന് പറയുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണമാണെങ്കിലും, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്താണെങ്കിലും അത് പതനം യസീദിന്റെ പതനമാണ്. ഖത്ലേ ഹുസൈൻ അസ്ലിമേ മർഹേ യസീദ് ഹേ, ഇസ്ലാം സിന്ദ ഹോതാ ഹേ ഹർ കർബലാ കെ ബാദ്. ലോകത്ത് എത്ര കർബല നടന്നാലും ഇസ്ലാം വളരുകയല്ലാതെ തളർന്നു പോവില്ല. അങ്ങനെയാണ് പറഞ്ഞത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ എല്ലാ കുടുംബങ്ങളെയും വന്നവർ വധിച്ചു കളഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ എല്ലാ കുടുംബങ്ങളെയും വധിച്ചു കളഞ്ഞു. രോഗിയായ മഹാനായ അലിയും സൈനുൽ ആബിദീൻ തങ്ങളൊഴികെ, ഒരാളൊഴികെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത അല്ലാഹുവിന്റെ മക്കളിൽ ഒരാളൊഴികെ, പൗത്രന്മാരിൽ ഒരാളൊഴികെ, നബി തങ്ങളുടെ കുടുംബം അഹ്ലു ബൈത്ത്, ഫാത്തിമ ബീവിയുടെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാ മക്കളെയും കർബലയിൽ വെച്ച് കഴുത്തുറുത്തു കൊല്ലുകയുണ്ടായി. ആകെ ബാക്കിയാധാര യുദ്ധത്തിന് പോവാതെ രോഗിയായി കിടക്കുന്ന മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളാണ് ബാക്കിയായത്. മറ്റുള്ള എല്ലാ ആളുകളും കർബലയിൽ വെച്ച് മരിച്ചുപോയി.
അന്ന് വലിയ ഒരു കിംവദന്തി പരന്നു, ഇനി ഇസ്ലാമില്ല എന്ന്, ഇനി ഇസ്ലാം ഉണ്ടാവൂല, ഇസ്ലാം ഇതോടുകൂടി തകർന്നുപോയി എന്ന്. കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബം തീർന്നുപോയല്ലോ. ഒരാളല്ലേ ബാക്കിയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം മരിച്ചുപോയി, ഷഹീദായി, രക്തസാക്ഷിയായി. ഇനി ഇസ്ലാം ഉണ്ടാവൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് അത്ഭുതകരമായി ഇസ്ലാം വളർന്നു പന്തലിച്ചത്. അത്ഭുതകരമായി ഇസ്ലാം വളർന്നു പന്തലിച്ചത്. സത്യത്തിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം, ഇസ്ലാം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത്, അത് യസീദിന്റെ മരണമാണ്. കാരണം ഇസ്ലാം തകരുകയല്ല, അതിനുശേഷം ഇസ്ലാം വളരുകയാണ് ചെയ്തത്. ലോകത്ത് ഇസ്ലാമിന്റെ ചരിത്രം എവിടെ നോക്കിയാലും തുർക്കിയിൽ ഒരുപാട് കാലം ഒട്ടോമൻ എംപയർ ഉണ്ടായിരുന്നു. അവിടെ വളരെ മനോഹരമായ ഇസ്ലാമിക രാജ്യമുണ്ടായിരുന്നു. ആ ഇസ്ലാമിക രാജ്യത്തിലേക്കാണ് അത്താതുർക്ക് കടന്നു വരുന്നത്. അത്താതുർക്ക് അവിടെ ബാങ്ക് കൊടുക്കാൻ വിട്ടില്ല, നിസ്കരിക്കാൻ വിട്ടില്ല. ഇസ്ലാമിന്റെ പരസ്യമായ സർവ്വ അടയാളങ്ങളെയും എടുത്തു കളഞ്ഞു. ഹിജാബ് ധരിക്കാൻ പാടില്ല, തൊപ്പി ധരിക്കാൻ പാടില്ല, പരസ്യമായി ബാങ്ക് വിളിക്കരുത്, പരസ്യമായി ഖുർആൻ ഓതരുത്. അങ്ങനെ മുസ്ലിം രാഷ്ട്രത്തിൽ വെച്ച് ഇസ്ലാമിന്റെ സർവ്വ അടയാളങ്ങളും തകർത്ത് തരിപ്പണമാക്കി. ആ അത്താതുർക്കിന്റെ തുർക്കിയാണ്, ആ അത്താതുർക്കിന്റെ തുർക്കിയാണ് ഇന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-ാം ദിവസം ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലെ, ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലെ ഉറങ്ങാതെ പരിശുദ്ധമായ ഖുർആൻ ഓതി സ്വലാത്ത് ചൊല്ലി ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലെ അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ച ആ ദിവസത്തെ ബഹുമാനിക്കുന്നുണ്ട് തുർക്കി. തുർക്കിയിലുള്ള സർവ്വ പള്ളികളിലും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ, തുർക്കിയിലുള്ള സർവ്വ പള്ളികളിലും റബീഉൽ അവ്വൽ 12-ന്റെ രാത്രിയായാൽ അവർക്ക് ഉറക്കില്ല. എന്റെ കൂടെ എന്റെ ഒരു സുഹൃത്ത്, ഹുദവിയായ സുഹൃത്ത് തുർക്കിയിൽ പഠിച്ചുകൊണ്ടിരുന്നു. അതേപോലെ എന്റെ ഒരു അനുജനും ഉണ്ടായിരുന്നു തുർക്കിയിൽ. ഈ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ഒരു ഖത്തം ഖുർആൻ ഓതി തീർത്ത ആളുകൾ വരെയുണ്ട്. 12-ാം രാത്രിയിൽ ഉറങ്ങാതെ പരിശുദ്ധമായ ഖുർആൻ ഓതി അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടം കാരണത്താൽ. അപ്പൊ എവിടെയാണോ ഇസ്ലാമിന്റെ അടയാളത്തെ മായ്ച്ചു കളയാൻ ആളുകൾ ശ്രമിക്കുന്നത്, അവിടെ ഇസ്ലാം വളരുകയല്ലാതെ തളരുമെന്ന് ആരും വിചാരിക്കണ്ട, ആരും വിശ്വസിക്കണ്ട. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി ചില നിർദ്ദേശങ്ങൾ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. വെറുതെ അങ്ങ് വിജയിക്കുമെന്ന്, വെറുതെ അങ്ങ് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൂടെ നബിയേ? മത്താ തദഉല്ലാഹ ലനാ വമത്താ തസ്തൻസിറു ലനാ. നബിയേ, നിങ്ങൾക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൂടെ നബിയേ? അല്ലാഹുവിനോട് സഹായം ചോദിച്ചുകൂടെ നബിയേ? എത്ര കാലമായി പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്? മുസ്ലിമായതിന്റെ പേരിലാണ് കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പിലേക്ക് വസ്ത്രം ഇല്ലാതെ വിവസ്ത്രനായി ശരീരമാസകലം വസ്ത്രങ്ങളെല്ലാം ഊരിയെടുത്തിട്ട് നഗ്നനായി അടുപ്പിൽ കിടത്തിയത്. വളരെ നീളത്തിലൊരു അടുപ്പുണ്ടാക്കി, വളരെ നീളത്തിലൊരു അടുപ്പുണ്ടാക്കി. ആ അടുപ്പ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ പിന്നിലുള്ള മാംസത്തിന്റെ തണുപ്പ് കൊണ്ടിട്ടാണ്. ആ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ പുറംഭാഗം നിറയെ വെളുത്ത് വെള്ളപ്പാണ്ട് പോലെ തീയിന്റെ അടയാളങ്ങളായിരുന്നു. എന്തു തെറ്റ് ചെയ്തതിന്റെ പേരിലാണ്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്താ തെറ്റ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജീവനോടെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു മഹാനായ ഖബ്ബാബ് തങ്ങളെ. ആ ഖബ്ബാബ് തങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, അലാ തദഉല്ലാഹ ലനാ, അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൂടെ? എത്ര കാലമായി കഷ്ടം അനുഭവിക്കുന്നത്? എത്ര കാലമാണ് നബിയെ ഈ പ്രയാസം സഹിക്കുന്നത്? അതുകൊണ്ടൊന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം നബിയെ, ഈ ശത്രുക്കളുടെ ശർറിൽ നിന്ന്, ശത്രുക്കളുടെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ ഒരു ആയത്ത് ഓതി കൊടുക്കുന്നത്. ഖബ്ബാബേ, എന്താ നീ വിചാരിച്ചത്? വെറുതെ അങ്ങ് സ്വർഗ്ഗം കിട്ടുമെന്ന് വിചാരിച്ചോ ഖബ്ബാബ്? أم حسبتم أن تدخلوا الجنة ولما
ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. മഹാനായ ഖബ്ബാബ് തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അം ഹസിബതും തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് വിചാരിച്ചോ ഖബ്ബാബ്? സ്വർഗ്ഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കടക്കാമെന്ന് കടക്കാമെന്ന് പ്രതീക്ഷിച്ചോ ഖബ്ബാബ്? അം ഹസിബതും തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ അനുഭവിച്ചതുപോലെ പീഡനങ്ങൾ അനുഭവിക്കാതെ, അവരനുഭവിച്ച പ്രയാസങ്ങൾ നേരിടാതെ, ദുരിതങ്ങളും പീഡനങ്ങളും പ്രാരാബ്ദങ്ങളും ഏൽക്കാതെ, വെല്ലുവിളികൾ ഏൽക്കാതെ വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ ഖബ്ബാബേ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ ഖബ്ബാബേ? എന്നിട്ട് പറഞ്ഞു, മസ്സതുഹുൽ ബഅസാ والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله. ഖബ്ബാബേ, നിന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ അവരുടെ കാലുകൾ വിറച്ചിട്ടുണ്ട്, അവരുടെ സമുദായത്തിന്റെ കാലുകൾ കിടുകിടാ വിറച്ചിട്ടുണ്ട്. വസുൽസിലു ഹത്താ യഖൂല الرسول والذين آمنوا معه متى نصر الله. എപ്പോഴാണ് റബ്ബേ അല്ലാഹുവിന്റെ സഹായം കിട്ടുന്നത്? മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് റബ്ബേ അല്ലാഹുവിന്റെ സഹായം കിട്ടുന്നത് എന്നിങ്ങനെ പേടിച്ചു വിറച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ പ്രവാചകന്മാരും അതേപോലെ മഹാന്മാരായ അവരുടെ അനുയായികളും അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. ഖബ്ബാബേ, നമ്മളൊക്കെ അനുഭവിച്ചത് ചെറിയ ചെറിയ കാര്യങ്ങൾ. ആരോടായത് പറയുന്നത്? ജീവനോടെ പച്ചയ്ക്ക് തീയിലേക്ക് വലിച്ചെറിഞ്ഞ് പുറംഭാഗം മുഴുവനും വെള്ളപ്പാണ്ട് പോലെ വെളുത്തു കിടക്കുന്ന ഖബ്ബാബിനോടാ പറയുന്നത്. പട്ടിണിയാണ്, മക്കയിൽ നിന്ന് നിരന്തരമായി പീഡനമേറ്റപ്പോഴാണ് മദീനയിലേക്ക് യാത്ര പോയത്. എന്നാൽ മദീനയിലും ആശ്വാസമില്ല. മദീനയിൽ പോയപ്പോൾ, മദീനയിൽ എത്തിയപ്പോൾ അവിടെയും പ്രയാസം തന്നെയാണ്. ആ സമയത്താണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഖബ്ബാബേ, മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്നറിയുമോ ഖബ്ബാബേ? അവര് തെറ്റ് ചെയ്തിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇരുമ്പിന്റെ കൂർത്ത മുനകളുള്ള ചീർപ്പുകൾ കൊണ്ടുവന്നിട്ട്, ഇരുമ്പിന്റെ മൂർച്ചയുള്ള കൂർത്ത മുനകളുള്ള ചീർപ്പുകൾ കൊണ്ടുവന്നിട്ട് ഒരാളെ തല വാർന്നെടുക്കുന്നത് പോലെ മാംസങ്ങൾ വാർന്നെടുത്തിട്ടുണ്ട് ഖബ്ബാബേ. ഒരാളിങ്ങനെ നിർത്തിയിട്ട് നല്ല മൂർച്ചയുള്ള ചീർപ്പ് കൊണ്ടുവന്നിട്ട് തല വാർന്നെടുക്കുന്നത് പോലെ മാംസം ഇങ്ങനെ വാർന്നെടുത്തു. എടുത്തിട്ട് എന്താ അവസാനം ബാക്കിയായത്? സ്കെൽട്ടൻ, ആ മനുഷ്യന്റെ അസ്ഥികൂടം മാത്രം. ആലോചിച്ചോക്കെ, ഒരു ഉറുമ്പ് കടിക്കുമ്പോൾ പോലും സഹിക്കാൻ കഴിയാത്ത നമ്മൾ, ഉറുമ്പ് കടിക്കുമ്പോൾ പോലും സഹിക്കാൻ കഴിയാത്ത നമ്മൾ, ചെറിയ ഒരു മുള്ള് കാലിലേക്ക് തറക്കുമ്പോൾ സഹിക്കാൻ കഴിയാത്ത നമ്മൾ, എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ ഇങ്ങനെ ഒരു പ്രയാസം നമ്മൾ നേരിടുന്നത്? ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ജീവനോടെ കൊന്നിട്ടല്ല. ഈമാൻ ഒരാൾ മരിച്ചിട്ട് റൂഹ്, ആത്മാവ് വിട്ടുപോയതിന്റെ ശേഷമല്ല, ജീവനോടെ മൂർച്ചയുള്ള ചീർപ്പ് അകത്തേക്ക് കയറ്റി ജീവനോട് ഇങ്ങനെ വാർന്നെടുക്കാണ് മാംസത്തെ. എന്നിട്ട് പോലും അവരാരും ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരും മുസ്ലിം അല്ല, ഇനി ഇസ്ലാമിൽ നിന്ന് ഞങ്ങൾ പിന്മാറുമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരാളെ ഒരു കുഴിയുണ്ടാക്കി, ആ കുഴി പകുതി ഒരു മനുഷ്യന്റെ ഊര വരെ, ഒരു മനുഷ്യന്റെ പകുതി വരെ കുഴിയുണ്ടാക്കി, ആ കുഴിയിൽ കിടത്തി. എന്നിട്ട് നല്ല മൂർച്ചയുള്ള ഈർച്ചവാള് കൊണ്ടുവന്ന് രണ്ടുപേരപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും
നിന്നും തലയുടെ മധ്യത്തിൽ വെച്ചിട്ട് മരം ഈർന്നെടുക്കുന്നത് പോലെ, മരത്തെ രണ്ട് കഷ്ണമാക്കുന്നത് പോലെ ഒരു മുസ്ലിമായതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിന്റെ പേരിൽ ഇങ്ങനെ ശരീരത്തെ രണ്ട് കഷ്ണമാക്കി പിളർത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും അവരാരും പിന്മാറാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഖബ്ബാബേ, ഇതൊന്നും വലിയ പ്രശ്നമല്ല, ഇതൊന്നും വലിയ പ്രശ്നമല്ല. നാളെ സ്വർഗത്തിൽ കടക്കണ്ടേ ഖബ്ബാബ്? സ്വർഗത്തിലേക്ക് കടക്കാൻ എളുപ്പമല്ല ഖബ്ബാബേ. അം ഹസിബതും മാ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് കടക്കുമെന്ന് പ്രതീക്ഷിച്ചോ ഖബ്ബാബ്? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ നിങ്ങൾ ആരും നാളെ സ്വർഗത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കണ്ട. മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ, വ്യഭിചാരത്തിനെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിലാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനെ വധിച്ചു കളഞ്ഞത്. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിനെ വധിച്ചു കളഞ്ഞത് വ്യഭിചാരത്തിനെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ. വിചാരത്തിനെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ വധിച്ചു കളഞ്ഞു. ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? നാട്ടിലെ വ്യഭിചാരി പെണ്ണുങ്ങളാണ് പ്രശ്നമുണ്ടാക്കിയത്. അവരുടെ ജോലി പോവാൻ, അവരുടെ വരുമാനം കുറയാൻ. അപ്പൊ വരുമാനം കുറയുമ്പോ ആരായാലും കുഴപ്പമുണ്ടാക്കും. മയക്കുമരുന്ന് പോലെയുള്ള കഞ്ചാവ് മാഫിയക്കെതിരൊക്കെ പ്രഭാഷണം നടത്തിയാൽ കുഴപ്പമുണ്ടാക്കും. എന്തുകൊണ്ട്? അവരുടെ വരുമാനം കുറയാൻ. അപ്പൊ ഇങ്ങനെ വരുമാനം മുട്ടുന്ന സ്ഥലമായാൽ അവിടെ ദീന് നോക്കൂല. എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കണമെന്ന ചിന്തയല്ലാതെ അത് ഹലാലാണോ അത് ഹറാമാണോ എന്നുള്ള ഒരു ചിന്ത പോലും നമ്മൾക്കില്ല. അങ്ങനെ ഒരു സമുദായമായി നമ്മൾ മാറിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു. മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ എല്ലാ ആളുകളോടും ഞാൻ പറയുകയാണ്, പൗരത്വ ബിൽ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അതിനെ വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത മുസ്ലിമീങ്ങളല്ലാത്ത എല്ലാ മതക്കാർക്കും പൗരത്വം നൽകുമെന്നാ പറഞ്ഞത്. എല്ലാ മതക്കാർക്കും പൗരത്വം നൽകും. അപ്പൊ സ്വാഭാവികമായി എന്തേ അവിടെ നിന്ന് വരുന്ന മുസ്ലിമീങ്ങൾക്ക് പൗരത്വം നൽകാത്തത് എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്, പാകിസ്ഥാൻ എന്നുള്ളത് മുസ്ലിം രാജ്യമല്ലേ, അവിടെ നിന്ന് മുസ്ലിമീങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വരൂലല്ലോ. അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് മുസ്ലിം രാജ്യമാണ്, അവിടെ നിന്ന് മുസ്ലിമീങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വരൂലല്ലോ. അതേപോലെ തന്നെ ബംഗ്ലാദേശ് മുസ്ലിം രാജ്യമാണ്, അവിടെ നിന്നും മുസ്ലിമീങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വരൂലല്ലോ. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പേര് പരാമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് അമിത്ഷാ പറഞ്ഞത്. ശരി തന്നെയാണ്, നല്ല ന്യായമാണ്. പക്ഷേ ചോദിക്കട്ടെ, ഈ മൂന്ന് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും മ്യാൻമറിൽ സംഭവിച്ചതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വംശഹത്യ നടന്നതായി തെളിയിക്കാൻ സാധിക്കുമോ? നമ്മുടെ തൊട്ടടുത്തുള്ള മ്യാൻമർ, ആ മ്യാൻമറിനോളം ഈ ഇന്ത്യ രാജ്യത്തോടടുത്തതാണോ അഫ്ഗാനിസ്ഥാൻ? അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് എത്രത്തോളം അടുത്തു നിൽക്കുന്നു എന്നൊന്ന് മാപ്പ് നോക്കണം. റോഹിംഗ്യ അവിടെയുള്ള മ്യാൻമർ ഇന്ത്യയുമായി എത്രത്തോളം അടുത്തിരിക്കുന്നു എന്ന് മാപ്പ് നോക്കണം. അഫ്ഗാനിസ്ഥാൻ വളരെ തുച്ഛമായ ചെറിയ ഒരു ഭാഗം മാത്രമാണ് അയൽപ്പക്കമായി കിടക്കുന്നത്. എന്നാൽ മ്യാൻമർ അങ്ങനെയല്ല. എന്നാൽ ശ്രീലങ്ക അങ്ങനെയല്ല. ശ്രീലങ്കയുടെ LTTE-യുടെ പീഡനം മൂലം എത്രയോ മുസ്ലിമീങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മ്യാൻമറിലുള്ള ബുദ്ധസന്യാസിമാരുടെ പീഡനം കാരണത്താൽ മഹാന്മാരായ സ്വഹാബാക്കൾ നേരിട്ട പ്രശ്നത്തെക്കാളും വലിയ പ്രയാസങ്ങൾ മ്യാൻമറിൽ നേരിട്ടിട്ടുണ്ട്. മുള്ളിന്റെ മരങ്ങളിൽ അവരെ കെട്ടിയിട്ടടിച്ചിട്ടുണ്ട്, ജീവനോടെ കത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ലൈവായി നമ്മുടെ വീഡിയോകൾ കണ്ടതാണ്. ഇതുപോലെ മ്യാൻമറിൽ നടന്നതുപോലെയുള്ള വംശഹത്യ ഈ മൂന്ന് രാജ്യങ്ങളിലും നടന്നിട്ടില്ല. എന്തുകൊണ്ട്? മ്യാൻമറിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്ന മുസ്ലിമീങ്ങൾക്ക് പൗരത്വം നൽകുമെന്ന് പറഞ്ഞില്ല. അവിടെയാണ് പ്രശ്നം. അതേപോലെ തന്നെ എന്തുകൊണ്ട് ശ്രീലങ്കയിൽ നിന്ന് കടന്നു വരുന്നവർക്ക് പൗരത്വം നൽകുമെന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് ബോധപൂർവം മനഃപൂർവ്വം അത് ഒഴിവാക്കി എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഞാൻ പറയട്ടെ, ഇത് മുസ്ലിമീങ്ങളുടെ പ്രശ്നമാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് മുസ്ലിമീങ്ങളുടെ പ്രശ്നമല്ല, നമ്മളത് ബാധിക്കാനും പോകുന്നില്ല. ഇത് ഇന്ത്യക്കാരന്റെ പ്രശ്നമാണ്. ഇന്ത്യയുടെ ഭരണഘടനയെ പരസ്യമായി വ്യഭിചരിക്കുന്നവർ, പരസ്യമായി ചോദ്യം ചെയ്യുന്നവർ, പരസ്യമായി കൈകടത്തുമ്പോ നഷ്ടപ്പെടുന്നത് ഇന്ത്യയുടെ അഭിമാനമാണ്. മറ്റുള്ള രാജ്യങ്ങൾക്കിടയിൽ
ഇന്ത്യയുടെ പ്രത്യേകമായ സ്ഥാനം എന്തായിരുന്നു? നാനാതത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മനോഹരമായ ആശയം, സെക്യുലറിസം, മതേതരത്വം, ഇങ്ങനെയുള്ള സർവ മനോഹരമായ ആശയങ്ങൾ, എല്ലാ പൗരന്മാർക്കും തുല്യമായ നീതി, ഏത് മതക്കാരായാലും ഏത് വിഭാഗക്കാരായാലും എല്ലാ മതങ്ങൾക്കും തുല്യമായ നീതി. മതത്തിന്റെ പേരിൽ ഇവിടെ വിധി നിർണ്ണയിക്കാൻ പാടില്ല, മതത്തിന്റെ പേരിൽ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ പാടില്ല. ഇതാണ് അംബേദ്കർ അടക്കമുള്ള ഭരണഘടന നിർമ്മാതാക്കൾ ഭരണഘടനയിൽ വളരെ വ്യക്തമായി കുറിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതിനെതിരെ ചോദ്യം ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങളല്ല ഇവിടെ പ്രശ്നമുണ്ടാക്കേണ്ടത്, ഇവിടുത്തെ ബഹുഭൂരിഭാഗം ഹിന്ദുക്കളാണ് പ്രശ്നമുണ്ടാക്കേണ്ടത്. കാരണം 80% ഹിന്ദുക്കളാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത്, 14% മുസ്ലിമീങ്ങളുള്ളത്. 80% ഏകദേശം 79.8 ഹിന്ദുക്കളും 14.2 മുസ്ലിമീങ്ങളുമാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ ആരോടായി വെല്ലുവിളി? ആരെയായി ചോദ്യം ചെയ്യുന്നത്? ഇവിടെയുള്ള നല്ലവരായ ഹിന്ദുക്കളോടാണ് ഈ വെല്ലുവിളിയുള്ളത്. എന്തിനേറെ ആസാമിലെ ഇനി പുതിയ പൗരത്വ രജിസ്ട്രേഷൻ കടന്നു വരുമ്പോ അവിടെ നൽകുന്ന രജിസ്ട്രേഷനിൽ എത്രയോ ഹിന്ദുക്കളെ കുടിയേറ്റക്കാരായിട്ടാണ് ചിത്രീകരിക്കുക. അവര് പൗരന്മാരാണ്, പക്ഷേ പുതിയ കുടി എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ നമ്മുടെ പള്ളിയിലേക്ക് മറ്റുള്ള ജമാഅത്തിൽ നിന്ന് വന്ന് പുതിയ വീടെടുത്താൽ ആ പള്ളിയിൽ ചേർക്കുന്നറിയോ? പുതിയ കുടി എന്നാ ചേർക്കുക. അത് ഈ പള്ളിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ ആരാണെങ്കിലും വർഷങ്ങളായാലും അത് പുതിയ കുടി അങ്ങനെ ചേർക്കുക. അതേപോലെ ഇന്ത്യയുടെ വർഷങ്ങളായി ആസാം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർ ഹിന്ദുക്കളായാലും മറ്റുള്ള ഏത് മതങ്ങളായാലും അവർക്ക് ലഭിക്കാൻ പോകുന്ന അംഗീകാരം എന്നുള്ളത് കുടിയേറ്റക്കാരായ പൗരന്മാരെന്നുള്ളതാണ്. കുടിയേറ്റക്കാരായ പൗരന്മാർ, അവിടെയുള്ള ബ്രാഹ്മണരായ ആസാമികളായ ഹിന്ദുക്കൾ, ഇവർക്ക് പോലും പൗരത്വം നൽകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ്. മുസ്ലിമീങ്ങൾക്കല്ല, മറ്റുള്ള മതങ്ങൾക്കും നൽകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ്. അവിടെ പ്രശ്നമുണ്ടാക്കിയത് മുസ്ലിമീങ്ങളല്ല, അവിടെ കലാപമുണ്ടാക്കിയത് മുസ്ലിമീങ്ങളല്ല. ഏതായാലും ഇങ്ങനെ ഒരു തീരുമാനത്തെ മതം നോക്കാതെ എല്ലാ ആളുകളും ഒന്നിച്ചിറങ്ങിയിട്ടാണ് പ്രതിഷേധിക്കേണ്ടത്. ഏത് തോന്നിവാസവും ചെയ്യാമെന്നാണോ? അധികാരം കയ്യിൽ വന്നാൽ, ഭൂരിപക്ഷം കയ്യിൽ വന്നാൽ ഏത് തോന്നിവാസത്തരങ്ങൾക്കും മുന്നിൽ നിൽക്കാമെന്നാണോ? ഭരണഘടന വരെ മാറ്റം വരുത്താനുള്ള ധൈര്യം ആർക്കാ കൊടുത്തത്? ഈ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ സ്വത്തുകൂടിയാണ്. സ്വാതന്ത്ര്യ സമരമടക്കമുള്ള സമയങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പോരാടിയ മുസ്ലിമീങ്ങളെ എങ്ങനെയാ മറക്കാൻ കഴിയുക? അടിമകളായ സ്വാതന്ത്ര്യം കിട്ടാത്ത ഇന്ത്യയിലേക്ക് ഞാൻ വരൂല എന്ന് പറഞ്ഞ മഹാനായ ജവഹർലാൽ നെഹ്റു, മഹാനായ മുഹമ്മദ് അലി ജൗഹർ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ സ്വാതന്ത്ര്യം കിട്ടാത്ത അടിമത്വ ഇന്ത്യയിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നില്ല, ഞാൻ ഇവിടെ വെച്ച് ഈ നാട്ടിലും മരിക്കാൻ എനിക്ക് താല്പര്യമില്ല, എന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ജൗഹർ. അതേപോലെ തന്നെ മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ട് 40 ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. മുഗളന്മാരല്ല ഇവിടെ ഇസ്ലാം കൊണ്ടുവന്നത്, ബാബറല്ല, അക്ബറല്ല, ജഹാംഗീറല്ല, ഔറംഗസീബല്ല, ടിപ്പു സുൽത്താനല്ല. പിന്നെ ആരാണ് ഇവിടെ ഇസ്ലാം കൊണ്ടുവന്നത്? മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ തന്നെ ഇവിടെ പ്രവാചകന്മാരുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്ന് നടന്നിട്ട് 40 ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് ഹജ്ജ ആദമു മാശിയം മിനൽ ഹിന്ദി, ഇന്ത്യയിൽ നിന്ന് നടന്നിട്ട് 40 ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ 40 ഹജ്ജ് ഇന്ത്യയിൽ നിന്ന് ചെയ്തു എന്ന് പറയുമ്പോ 39 ഹജ്ജും കഴിഞ്ഞിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വന്നു എന്നല്ല അർത്ഥം, അല്ലെ? 40 ഹജ്ജ് ആദം നബി അലൈഹിസ്സലാം ചെയ്തു എന്ന് പറയുമ്പോ ഒന്നാമത്തെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നത് ഇന്ത്യയിലേക്കാണ്, രണ്ടാമത്തെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നത് ഇന്ത്യയിലേക്കാണ്, മൂന്നാമത്തെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നത് ഇന്ത്യയിലേക്കാണ്, നാലാമത്തെ ഹജ്ജ്, അങ്ങനെ 39 പ്രാവശ്യവും ഹജ്ജ് കഴിഞ്ഞ് ആദം നബി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു എന്നല്ലേ? വർഷങ്ങളോടും ഇവിടെ ജീവിച്ചു എന്നല്ലേ? അപ്പൊ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം നമ്മുടെ പിതാവാണ്. അയോധ്യ രാമരാജ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദകൾ കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ്. ഈ മണ്ണിൽ നിന്നാണോ മുസ്ലിമീങ്ങളെ തുരത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത്?
പൈതൃകമുണ്ട്. ആരുടെ പൈതൃകം? ആദം നബിയുടെ പൈതൃകം. ആദം നബി അലൈഹിസ്സലാം മുതൽ മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്തും ഇവിടെ ഇസ്ലാം കടന്നു വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് അവിടെ പരിശുദ്ധമായ ഇസ്ലാം മക്കയിൽ ഭരിക്കുന്ന സമയം, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലേക്ക് സ്വഹാബാക്കൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇസ്ലാം, ഈ ഇന്ത്യ രാജ്യം എന്നുള്ളത് ആരുടെയും കുത്തകയല്ല. ബ്രിട്ടീഷുകാരുടെ ഷൂ പോളിഷ് ചെയ്ത് കൊടുത്തിരുന്ന, ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി കൊടുത്തിരുന്ന ഫാസിസ്റ്റുകൾക്ക് അനന്തരാവകാശമായി കിട്ടിയതല്ല ഈ മഹത്തായ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. ഇത് സബ്കോ മിട്ടി ഹേ, ഇത് എല്ലാവരുടെയും മണ്ണാണ്. ഏതെങ്കിലും ഖാസ് ആദ്മി കാ മിട്ടി നഹീ, ഇത് ഏതെങ്കിലും പ്രത്യേകമായ ആളുകളുടെ മണ്ണല്ല, ഇത് എല്ലാവരുടെയും മണ്ണ്. ആരുടെ മണ്ണ്? മുസ്ലിമീങ്ങളുടെ മണ്ണാണിത്, ഹിന്ദുക്കളുടെ മണ്ണാണിത്, ക്രൈസ്തവരുടെ മണ്ണാണിത്, സിഖുകാരുടെ മണ്ണാണിത്, ജൂതന്മാരുടെ മണ്ണാണിത്. ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ഈ വേണ്ടാത്ത ആശയം ഇന്ത്യയിൽ കുത്തി നിറച്ചത് ബ്രിട്ടീഷുകാരാണ്. മുഗളന്മാർ ഒരു ഭാഗത്ത് ഭരിക്കുന്നുണ്ട്, ടിപ്പു സുൽത്താൻ മറ്റൊരു ഭാഗത്ത് ഭരിക്കുന്നുണ്ട്, ഹൈദർ അലി ഖാൻ അടക്കമുള്ളവർ. അതേപോലെ തന്നെ ഓരോ നാടിൽ, ഓരോ പ്രവിശ്യയിൽ ഓരോ രാജാക്കന്മാര് മുസ്ലിം ഭരണാധികാരികളായിരുന്നു. ബ്രിട്ടീഷുകാർ ആദ്യം ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോ, അപ്പൊ ഈ ഇന്ത്യ രാജ്യം കിട്ടാൻ വേണ്ടി അവരെന്താ ആദ്യം ചെയ്തത്? ഇവിടെ മുസ്ലിം രാജ്യം, മുസ്ലിം ഭരണാധികാരികളാ ഭരിച്ചിരുന്നത്. ആര്? ബ്രിട്ടീഷുകാർ ഇവിടേക്ക് വരുമ്പോ ഒരു സ്ഥലത്ത് മാത്രം സിഖുകാരുണ്ടായിരുന്നു, ബാക്കിയുള്ള എല്ലാ ഭരണാധികാരികളും മുസ്ലിമീങ്ങളായിരുന്നു. അപ്പൊ മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരം കിട്ടാൻ ആദ്യമായി ഇവിടേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാർ ചെയ്തത് ഇവിടുത്തെ ഹിന്ദുക്കളെ ഇസ്ലാമിനെതിരെ തിരിക്കുകയായിരുന്നു. ആദ്യമായി ഇവിടുത്തെ ഹിന്ദുക്കളെ ഇസ്ലാമിനെതിരെ തിരിക്കലായിരുന്നു അവരുടെ പണി. അങ്ങനെ ഹിന്ദുക്കളെ ഇസ്ലാമിനെതിരെ തിരിച്ചിട്ട് മുഗളന്മാരടക്കമുള്ള മഹാനായ ടിപ്പു സുൽത്താൻ അടക്കമുള്ള എല്ലാ മുസ്ലിം നാടുകളും അവർ കൈക്കലാക്കി. പിന്നെയുള്ളത് ശിവാജിയാണ്. ആരുടെ ശിവാജി? നമ്മുടെ മഹാരാഷ്ട്രയിലുള്ള ശിവാജി. ആ ശിവാജിയെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ച് ഭരണം ലഭിക്കാൻ അവർ മുസ്ലിമീങ്ങളെ കൂടെ കൂട്ടി. മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ഹിന്ദുക്കളോടുള്ള വൈരാഗ്യം മുസ്ലിമീങ്ങൾ വിട്ടുകൊടുത്തു. അങ്ങനെ പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ട് മുസ്ലിം രാജാക്കന്മാരെ തകർക്കാൻ ഹിന്ദുക്കൾ ഉപയോഗിച്ചു, ഹിന്ദു രാജാക്കന്മാരെ തകർക്കാൻ മുസ്ലിമീങ്ങൾ ഉപയോഗിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ആസൂത്രിതമായ നീക്കം വിജയം കണ്ടപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വർഷങ്ങളോളം ഭരിച്ചത്. അതേ ഒരു വിഭജനത്തിന്റെ മന്ത്രവുമായിട്ട് ഇന്ത്യ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന എത്രയോ ആളുകൾ. ഭരണാധികാരികളോട് പറയാനുള്ളത്, നിങ്ങൾ എത്ര വർഷം വേണമെങ്കിലും ഭരിച്ചോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, വർഷങ്ങളോളം ഭരിച്ചോളൂ, കുഴപ്പമില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ആരും ഇവിടെ നിങ്ങൾ വരേണ്ട എന്ന്, ഇന്നാലിന്നവർ ഭരണാധികാരികളാവണമെന്ന്, ഇന്നാലിന്നവർ പ്രധാനമന്ത്രിയാവണമെന്ന്, ആർക്കും ഭരിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യയുടെ ഭരണഘടനയെ ദയവ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കളയരുത്, അതിന്റെ പ്രതാപം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ അധികാരത്തിന് വേണ്ടി ഇവിടെ മുസ്ലിമീങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഇടയിൽ ഉണ്ടായ ആ ഒരു സൗഹാർദ്ദം നിങ്ങൾ തകർക്കരുത്. ആ ഒരു സൗഹാർദ്ദം നിങ്ങൾ തകർക്കരുത്. 80% ആളുകളിൽ, 80% ഹിന്ദുക്കളിൽ ഏകദേശം 50% ആളുകൾ ഇതിനെ എതിർക്കുന്നവരാണ്. 80% ഹിന്ദുക്കളിൽ 50% ആളുകളും ഇങ്ങനെ ഒരു ബില്ലിനെ എതിർക്കുന്നവരാണ്. എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങൾ അടക്കമുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഞങ്ങൾ മുസ്ലിം ആകുമെന്ന് പറഞ്ഞവർ എത്രയുണ്ട്? ഈ ഒരു ബില്ല് പാസ്സായ ഉടനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ എത്രയുണ്ട്? इतना ही उभरेगा जितना दबाओगे, इस्लाम की फितरत में कुदरत न लचकती है, वो इतना ही उभरेगा जितना दबाओगे. ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ എത്ര തകർക്കാനും നശിപ്പിക്കാനും നിങ്ങൾ ശ്രമിച്ചാൽ അത് വളരുകയല്ലാതെ തകരുമെന്ന് നിങ്ങൾ ആരും വിശ്വസിക്കണ്ട. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ്, അല്ലാഹുവിന്റെ പ്രകാശത്തെ കെടുത്തി കളയാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ വല്ലാഹു മുത്തിമ്മു നൂരി, ഈ പ്രകാശത്തെ അല്ലാഹു പൂർത്തീകരിക്കുമെന്നാണ്, ഈ പ്രകാശത്തെ അല്ലാഹു നിലനിർത്തുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇത്തരം വിഷയങ്ങളിൽ വൈകാരികമായി ഇടപെടാതെ വിവേകത്തോടെ നമ്മുടെ സാമുദായിക നേതാക്കന്മാർ എന്താണോ പറയുന്നത് അവരുടെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുന്നവന്റെ കൂടെ പിശാചുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫഇന്ന ശൈത്വാന മഅൽ വാഹിദ്,
ഫഇന്ന ശൈത്വാന മഅൽ വാഹിദ്, ഒറ്റയ്ക്ക് നിൽക്കുന്നവന്റെ കൂടെയാണ് പിശാച് ഉണ്ടാവുക. വഹുവ മിനൽ ഇത്നൈനി അബഅദ്, രണ്ടാളുകളായാൽ പിശാച് അകലും, മൂന്നാളുകളായാൽ പിശാച് അവരുടെ കൂടെ ഉണ്ടാവൂല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഫമൻ അറാദ ബുഹ്ബൂഹത്തൽ ജന്ന, നാളെ സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ ദറജ, ഉന്നതമായ തട്ട്, ഉന്നതമായ സ്ഥാനം ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യൽസമിൽ ജമാഅ, വളരെ ഐക്യത്തോടെ സംഘടിതരായി നിൽക്കണമെന്ന് പരിശുദ്ധ റസൂൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ് സംഘടിതമായി നിൽക്കണമെന്ന്. അപ്പൊ സംഘടിതമായി നിൽക്കുക. ചില വിഷയങ്ങളിൽ പാർട്ടി നോക്കരുത്, ചില വിഷയങ്ങളിൽ സംഘടന നോക്കരുത്. എല്ലാത്തിലും സംഘടന നോക്കണ്ട. സംഘടന ഓരോ ആളുകൾക്ക് ഓരോ സംഘടന ഉണ്ടാവും, ഓരോ ആളുകൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവും. BDP-കാരുണ്ട് ഇവിടെ സ്റ്റേജിലുണ്ട്, ലീഗുകാരുണ്ട് സ്റ്റേജിൽ, INL-കാരുണ്ടാവും, ചിലപ്പോ CPM-കാരുണ്ടാവും. അത് ഓരോ ആളുകളുടെ സ്വാതന്ത്ര്യമാണ്. അതുള്ള കുട്ടിയെ പോലെയുള്ള BJP-കാരും ചിലപ്പോൾ ഉണ്ടാവും. അതൊക്കെ ഓരോ ആളുകളുടെ സ്വാതന്ത്ര്യമാണ്, അതൊന്നും നമ്മൾ ഇടപെടുന്നില്ല. പക്ഷേ ചില വിഷയങ്ങൾ വരുമ്പോ നമ്മൾ ഒന്നിക്കണം. അവിടെ പാർട്ടി നോക്കരുത്, അവിടെ രാഷ്ട്രീയം നോക്കരുത്, അവിടെ സംഘടന നോക്കരുത്. ചില വലിയ വലിയ വിഷയങ്ങൾ നമ്മളിലേക്ക് അപകടപ്പെടുത്തുന്ന, അപകട സാധ്യതയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഒന്നിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒന്നിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാവുന്നത്. ഭിന്നിച്ചു നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവൂല. ഭിന്നിച്ചു നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവൂല. ഭിന്നിച്ചു നിൽക്കുന്നവർക്കിടയിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും വരൂല എന്നാണ്. അതുകൊണ്ട് ഐക്യത്തോടെ സംഘടിതരായി നിൽക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു വിഷയം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ മഅശറൽ മുഹാജിരീൻ, ഓ മുഹാജിരീങ്ങളുടെ കൂട്ടമേ, ഓ മുഹാജിരീങ്ങളുടെ കൂട്ടമേ, ഖംസു ഖിസാലിൻ ഇദബ്തുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന. ഈ 5 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഭാഗത്തുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. 5 കാര്യം പറയാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യാൻ. ആരാ പറയുന്നത്? നബി തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖംസു ഖിസാൽ, 5 കാര്യങ്ങൾ. ഇദബ്തുലീതും ബിഹിന്ന, ആ 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ, വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, ആ 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഒന്നാമത്തെ കാര്യം? ലൻ തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഹത്താ അഅലനൂ ബിഹാ ഇല്ലാ ഫശാ ഫീഹിമുത് ത്വാഊൻ വൽ ഔജാഉ അല്ലതി ലം തകുൻ ഫീ അസ്ലാഫിഹിം അല്ലദീന മളൗ. ഒന്നാമത്തെ കാര്യം അതാണ്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചോളൂ എല്ലാവരും, പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും, എവിടെയോ നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, എത്ര ലാഘവത്തോടെയാണ് നമ്മൾ ഇവിടെ തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര നിസ്സാരമായിട്ടാണ്. ആരെയാ നമ്മൾക്ക് പേടിയുള്ളത്? ഉസ്താദുമാരെ പേടിയുണ്ടോ? മാതാപിതാക്കളെ പേടിയുണ്ടോ? ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മുസ്ലിം പെൺകുട്ടികൾ, തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളൊക്കെ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിലുള്ള ചില ബോഗികളിൽ അല്ലെങ്കിൽ ബാത്റൂമിന്റെ ഭാഗത്ത് നിന്ന് കിന്നരിക്കുമ്പോ ഇതൊരു ഉസ്താദ് പോവാണല്ലോ, അങ്ങനെ ഒരു നാണം വരില്ല. പണ്ടൊക്കെ ഉസ്താദിനെ കാണുമ്പോഴെങ്കിലും ഒരു നാണം ഉണ്ടായിട്ടില്ലേ? അല്ലെ? പണ്ടൊക്കെ ഒരു ഉസ്താദുമാരെ കാണുമ്പോ ഒരു നാണം, അതുപോലുമില്ല. ഉസ്താദാണ്, പഠിച്ചോനെ എവിടെങ്കിലും വ്യാധിൽ പറഞ്ഞേക്കോ, അങ്ങനെങ്കിലും പേടിക്കേണ്ട. അറ്റ്ലീസ്റ്റ് ഉസ്താദുമാരെ കാണുമ്പോൾ ഒളിച്ചിക്കലെന്നെല്ലാരും എന്ത് വ്യാധിൽ പറഞ്ഞേക്കല്ല. കുടുംബക്കാരൊക്കെ കുടുംബക്കാരെ എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയാൽ പെട്ടെന്ന് അവര് പറയും വ്യാധിൽ പറഞ്ഞേക്കല്ലേ എന്ന് പറയും. അപ്പൊ അതേപോലെ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു പേടി അതുമില്ല. ഇദാ കാന ആഖിറു സമാൻ, അവസാന കാലഘട്ടം വന്നാൽ, യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ലജ്ജയെ ഉയർത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഖംസു ഖിസ്വാലിൻ, 5 കാര്യം നമ്മളിൽ ഉണ്ടായാൽ. എന്താണ് ആ 5 കാര്യം? ഒന്ന്, പരസ്യമായി തെറ്റു ചെയ്യാൻ തുടങ്ങിയാൽ. അപ്പോ 5 കാര്യങ്ങൾ.
ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു. ഒരു സമുദായത്തിൽ വ്യഭിചാരവും തോന്നിവാസങ്ങളും പരസ്യമായി ചെയ്യാൻ തുടങ്ങിയാൽ, രഹസ്യമായി ചെയ്യുന്ന വിഷയമല്ല, ഒരാൾ രഹസ്യമായി തെറ്റ് ചെയ്തു, അത് അയാളും അയാളുടെ റബ്ബുള്ളതാണ്. മനസ്സിലാക്കണം, രഹസ്യമായി തെറ്റ് ചെയ്യുന്നത് അയാളും അയാളുടെ റബ്ബുമാണ്. പക്ഷെ പരസ്യമായി തെറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. രഹസ്യമായി തെറ്റു ചെയ്ത ഒരാൾ, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ, എന്റെ ഭാഗത്ത് തെറ്റുകൾ വന്നുപോയി എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു മാപ്പ് തരും. എന്നാൽ പരസ്യമായി തെറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. ഒരാൾ പരസ്യമായി കള്ളുകുടിച്ചാൽ അള്ളാഹു അയാൾക്ക് മാപ്പ് നൽകൂല എന്നാണ്. പരസ്യമായി വ്യഭിചരിക്കുകയാണെങ്കിൽ അള്ളാഹു അയാൾക്ക് മാപ്പ് നൽകൂല എന്നാണ്. അപ്പൊ പരസ്യമായി തെറ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്ത തെറ്റുകളെ പരസ്യമാക്കുക. തെറ്റ് ചെയ്തത് രഹസ്യമായിട്ടായിരിക്കും, ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല എന്നുറപ്പിച്ച് തെറ്റൊക്കെ ചെയ്ത് പിന്നെ വന്നത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ എന്താ പ്രശ്നം? ഇവിടെ തെറ്റുകൾ രഹസ്യമായി ചെയ്ത് പരസ്യമായി ചെയ്താൽ ആളുകൾക്ക് തെറ്റുകളോടുള്ള പേടി നഷ്ടപ്പെടും, തെറ്റുകളോട് ഒരു ലാഘവം തോന്നും. ഇപ്പൊ ഇസ്ലാം പറയുന്നില്ലേ, വ്യഭിചരിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ഇസ്ലാം പറയാറില്ലേ? അത് ആരെയാ കല്ലെറിഞ്ഞു കൊല്ലേണ്ടത്? വ്യഭിചരിച്ച് എല്ലാവരെയും കല്ലെറിഞ്ഞു കൊല്ലണോ? വ്യഭിചരിച്ച് എല്ലാ ആളുകളെയും കല്ലെറിഞ്ഞു കൊല്ലണോ? വേണ്ട. പിന്നെ ആരെയാ കല്ലെറിഞ്ഞു കൊല്ലേണ്ടത്? നാലാളുകൾ കാണുക, നാലാളുകൾ കണ്ടാലും കുഴപ്പമില്ല ഞാൻ വ്യഭിചരിക്കും, അത് അഹങ്കാരല്ലേ? നാലാളുകൾ കണ്ടാലും കുഴപ്പമില്ല ഞാൻ വ്യഭിചരിക്കും. ഒരാൾ രഹസ്യമായി വ്യഭിചരിക്കുന്ന വീഡിയോ എടുത്തിട്ട് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇതാ വ്യഭിചരിക്കുന്ന വീഡിയോ, അയാളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലൂല. കാരണം ഇത് വീഡിയോ ആണ്. അങ്ങനെയല്ല പറഞ്ഞത്, കണ്ണുകൊണ്ട് നാലാളുകൾ കാണണം വ്യഭിചരിക്കുന്നത്. അതും രണ്ടുപേര് കിടക്കുന്നത് കണ്ടാ പോരാ, വ്യഭിചരിക്കുന്നത് കാണാം എന്ന് തന്നെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ ഉപയോഗിച്ച പദപ്രയോഗം, ഒരു സുറുമക്കുപ്പിയിൽ സുറുമയെടുക്കാൻ വേണ്ടി സുറുമന്റെ ആ ഒരു കോലിടുന്നത് പോലെ, അഥവാ അത്ര പരസ്യമായി എനിക്കത് വിഷയമേ അല്ല, ആളുകൾ കണ്ടോട്ടെ, ഇത്ര നിസ്സാരമായി ആളുകൾ വ്യഭിചരിച്ചാൽ അവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞത്. അല്ലാതെ ഒരാൾ രഹസ്യമായി വ്യഭിചരിച്ചു, ഒരാൾ കണ്ടു എന്നിട്ട് ഭരണകൂടത്തോട് പറയാൻ ഞാൻ വ്യഭിചരിക്കുന്നത് കണ്ടു, ഇയാൾക്ക് അടി കിട്ടും ഇസ്ലാമിൽ നിന്ന്, ഇയാൾക്ക് ഇസ്ലാമിൽ നിന്ന് ഹദ്ദ് കിട്ടും. എന്റെ ഒരാൾക്കെതിരെ ആരോപണം ഉണ്ടാക്കിയതിന്റെ പേര് കണ്ടിട്ടുണ്ടാവാം, പക്ഷെ നാലാളുകൾ ഉണ്ടെങ്കിലേ ഇസ്ലാം വ്യഭിചാരത്തിന്റെ പേര് ശിക്ഷിക്കുള്ളൂ. അഥവാ ഇതിന്റെ അർത്ഥം എന്താ? ഇത്രയും നിസ്സാരമായി തെറ്റുകളെ ലാഘവത്തോടെ കണ്ട് പരസ്യമായി വ്യഭിചരിക്കാൻ തുടങ്ങിയാൽ ആളുകൾക്കൊക്കെ അതൊരു നിസ്സാരമായി കാണും, പിന്നെ എല്ലാ ആളുകളും അത് ഏറ്റെടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് തെറ്റുകൾ പരസ്യമാക്കുന്നത് കണ്ടാൽ, ആളുകൾ തെറ്റുകൾ ചെയ്ത് അതിനെ നിസ്സാരമായി കാണാൻ തുടങ്ങിയാൽ, ചെയ്ത തെറ്റുകളൊക്കെ പരസ്യമാക്കാൻ തുടങ്ങിയാൽ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇല്ലാ ഫശാ ഫീഹിമുത് തഊൻ വല്ലൗജാഉ അല്ലതി ലം തകുൻ ഫീ അസ്ലാഫിഹിമുൽ ലദീന മലൗ. മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്കൊന്നും അല്ലാഹു നൽകാത്ത രോഗങ്ങളെ, പേര് പോലും പറയാൻ കഴിയാത്ത അസുഖങ്ങൾ, മരുന്ന് പോലും എന്താണെന്നറിയാത്ത അസുഖങ്ങളെ അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇന്ന് ഞാൻ വരുമ്പോ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, മകളുടെ കാര്യം, രോഗം എന്താണ് എന്ന് ഡോക്ടർമാർക്ക് അറിയില്ല, എന്ത് മരുന്ന് കൊടുക്കണമെന്നും ഡോക്ടർമാർക്ക് അറിയില്ല. രണ്ടാളുടെ കാര്യം പറഞ്ഞു, രണ്ടാളുടെ കാര്യം, ഒരു സഹോദരിയുടെ അതേപോലെ ചെറിയ കുട്ടിയുടെ കാര്യം. മരുന്ന് എന്താണെന്ന് അറിഞ്ഞാൽ കോടിക്കണക്കിന് പൈസ ഉണ്ടെങ്കിൽ എവിടുന്നെങ്കിലും വാങ്ങിച്ചിട്ട് മരുന്ന് കൊടുക്കാം. പക്ഷെ മരുന്ന് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? മനസ്സിലായോ? ഒരു രോഗം വന്നു, ആ മരുന്ന് കിട്ടണമെങ്കിൽ കോടി കൊടുക്കണം. കുഴപ്പമില്ല, നമ്മൾ പിരിവ് നടത്തിയിട്ടെങ്കിലും ആ മരുന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കാം. പക്ഷെ മരുന്ന് എന്താണെന്ന് അറിയില്ല, എന്താണ് രോഗമെന്നറിയില്ല, എങ്ങനെ ഇതിനെ ചികിത്സിക്കണമെന്നറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? കൈമലർത്താൻ, ഡോക്ടർമാർ കൈമലർത്താൻ, രോഗി കൈമലർത്താൻ, പാരന്റ്സ് കൈമലർത്താൻ, ഒന്നും ചെയ്യാൻ കഴിയാതെ മേലോട്ട് നോക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് വലിയൊരു പ്രയാസമാണ്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, തിന്മകൾ പരസ്യമാക്കാൻ തുടങ്ങിയാൽ, പേര് പോലും അറിയാത്ത, മരുന്നുകൾ പോലും ഇല്ലാത്ത അസുഖങ്ങൾ നൽകി അല്ലാഹു പരീക്ഷിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, വലം യൻഖുസുൽ മിക്യാല വൽ മീസാന ഇല്ലാ ഉഖിദൂ ബിസ്സിനീന വശിദ്ദത്തിൽ മുഊനതി വജൗരി സുൽത്താനി അലൈഹിം. ഇതിലുണ്ട് നമ്മുടെ ഇന്നത്തെ ഭരണകൂടം, അതേപോലെ തന്നെ NRC-യും ക്യാബൊക്കെ ഈ ഹദീസിലുണ്ട്. NRC-യും CAB ഒക്കെ ഈ ഹദീസിലുണ്ട്. എന്താ പറഞ്ഞത്? വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ. സാമ്പത്തികമായ ഇടപാടിൽ സൂക്ഷ്മതയില്ലാത്ത ആളുകൾ,
സാമ്പത്തികമായ ഇടപാടിൽ സൂക്ഷ്മതയില്ലാത്ത ആളുകൾ, മറ്റുള്ളവന്റെ സമ്പാദ്യം അടിച്ചു മാറ്റുന്ന ആളുകൾ, ഹറാമേത് ഹലാലേത് എന്നറിയാതെ ഹലാലിനും ഹറാമിനും തീരെ പരിഗണിക്കാത്തവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകാവസാനം സംഭവിക്കൂല ഏതുവരെ ജനങ്ങൾക്ക് ഹലാലായാലും ഹറാമായാലും ഒരു കുഴപ്പമില്ല. തിന്നാൽ മതി, പൈസ ഉണ്ടാക്കിയാൽ മതി, വീടെടുത്താൽ മതി, വണ്ടി വാങ്ങിച്ചാൽ മതി. ഹലാലായാലെന്ത്, ഹറാമായാലെന്ത്, സമ്പത്ത് ആരുടേതായാലെന്ത്, ഞാൻ തിന്നണം, എന്റെ കീശ വീർപ്പിക്കണം, ഞാൻ വീടെടുക്കണം എന്ന ചിന്തയല്ലാതെ ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കാൻ ഒരാളും നിൽക്കൂല. പൈസ കിട്ടണം, സമ്പത്തുണ്ടാവണം, പൈസ കിട്ടണം, സമ്പത്തുണ്ടാവണം എന്നുള്ളതല്ലാതെ വേറെ ഒരു ചിന്തയില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉംറയ്ക്ക് പോയി വന്ന ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, ഞാൻ മദീനയിൽ ഒരു മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഖുർആൻ ക്ലാസ് നടക്കാറുണ്ട്. അപ്പൊ ഞാൻ ഓതട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഓതി കൊടുത്തു, സമ്മതിച്ചു. നല്ല ഉഷാറെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 2-3 ദിവസം ഇവിടെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ പഠിക്കാനിരുന്നോട്ടെ. നിങ്ങളുടെ നാട് ഏതാ? ഞാൻ കേരളത്തിൽ നിന്നാണ്. കേരളക്കാരെ വേണ്ടാന്ന് പറഞ്ഞു. എന്റെ കാരണം അത് പറഞ്ഞില്ല. പിന്നെ അയാൾ പറഞ്ഞു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഹറമിന്റെ വർക്ക് നടക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഹറമിന് ഏകദേശം എത്ര ആളുകൾ വർക്ക് എടുക്കുന്നുണ്ടാവും? 10,000-കണക്കിന് ആളുകളുണ്ട്. നിങ്ങൾ എവിടുന്നാ? ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരാളും ഈ ഒരു വർക്കിന് ഏൽപ്പിച്ചിട്ടില്ല. ഒക്കെ കേരളത്തിന് പുറത്തുള്ള ആളുകളാണ്. എന്താ കാരണം എന്ന് വെച്ചോ? അവ പറഞ്ഞു, ഒക്കെ പറ്റിച്ചിട്ട് പോവാണ്, ഒക്കെ പറ്റിച്ചിട്ട് ചതിച്ചിട്ട് പോവാണ്, പൈസ മുക്കിയിട്ട് പോവാണ്. ഇന്ന് എന്നോട് പറഞ്ഞാണ്, അല്ലാഹു അലം, ഇന്ന് ഉച്ചയ്ക്ക് ജുമഅക്ക് ശേഷം എന്നോടൊരു ഉസ്താദ് പറഞ്ഞു. അപ്പൊ ഈ ഒരു രീതിയിൽ ഹലാലും ഹറാമും വേർതിരിവില്ലാതെ മറ്റുള്ളവന്റെ സമ്പാദ്യങ്ങൾ അടിച്ചുമാറ്റി തിന്നുന്നവർ നമ്മുടെ നാട്ടിലുണ്ടായാൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇല്ലാ ഉഖിദു ബിസ്സിനീൻ, ശക്തമായ ക്ഷാമമുണ്ടാകും. ഉള്ളിക്ക് 100 അല്ല 200 കിടക്കും. ശക്തമായ ക്ഷാമം, വെള്ളം കിട്ടൂല, ഭക്ഷണം കിട്ടൂല. എന്റെ കാരണം നമ്മുടെ സമ്പാദ്യം ഹലാലും ഹറാമും സൂക്ഷിക്കാതെ മറ്റുള്ളവന്റെ സമ്പാദ്യങ്ങൾ വരെ അടിച്ചു മാറ്റാൻ ഒരു മടിയുമില്ലാത്തവർ. അറബിയുടെ ട്രൗസറൂരി ലക്ഷങ്ങളും കോടികളുമായി നാട്ടിലേക്ക് കടന്നു വരുന്നവരെത്ര? അവരിവിടെ മനോഹരമായ വീട് വെക്കുന്നു, മനോഹരമായ വണ്ടിയെടുക്കുന്നു, എന്നിട്ട് പാവം അറബികൾ അവിടെ ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നു. എങ്ങനെ മനസ്സാക്ഷിക്ക് ഇത് അംഗീകരിക്കാൻ കഴിയും? ഒരു മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഇവർക്കൊക്കെ എങ്ങനെ ഇത് അംഗീകരിക്കാൻ കഴിയും? എങ്ങനെ ഇവർക്ക് തിന്നാൻ കഴിയും? എങ്ങനെ ഇത് ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ കഴിയും? മറ്റുള്ളവന്റെ സമ്പാദ്യം അടിച്ചു മാറ്റി ഇവിടെ സുഖിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരൊരു പക്ഷേ എന്തായാലും കുറച്ച് പൈസയും വീടുണ്ടായ നേതാക്കന്മാരായി മാറും. എത്രയോ ആളുകൾ എനിക്കറിയാം, ഇഷ്ടംപോലെ ആളുകൾ എനിക്കറിയാം. ആദ്യം ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ അയാൾ ഇങ്ങനെ വന്നതാണ് എന്നൊക്കെ നാട്ടിൽ ചർച്ചയുണ്ടായി. ഗൾഫിൽ നിന്ന് വന്നത്, അറബിയുടെ ട്രൗസറൂരി വന്നതാണ് എന്ന് നാട്ടിലൊക്കെ വ്യാപകമായ ചർച്ചയാണ്. പിന്നെയുണ്ട് 5 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അയാൾ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ പ്രധാനപ്പെട്ട ഒരാളാണ്. എന്താ കാരണം? പള്ളിക്ക് ഇത്ര പൈസ കൊടുത്തു, അപ്പൊ കമ്മിറ്റിയുടെ പ്രധാനിയായി. ഇത് രീതിയല്ല, ഇത് ഇസ്ലാമല്ല, ഇത് തെമ്മാടിത്തരമാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം പ്രാർത്ഥനയാണ്. ഏത് പ്രതിസന്ധി വന്നാലും അല്ലാഹുവിനോട് ദുആ ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുഹയിൽ പെട്ടുപോയ 3 ആളുകളുടെ ചരിത്രം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ഗുഹയിൽ പെട്ടുപോയ 3 ആളുകൾ. എന്താണ് ആ 3 ആളുകൾ ചെയ്തത്? അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടി ഗുഹയുടെ അകത്തേക്ക് കയറി. അപ്പോഴാണ് വലിയ ഒരു പാറക്കല്ല് ഉരുണ്ട് വന്നിട്ട് അവരുടെ ഗുഹാമുഖം അടഞ്ഞു. വെളിച്ചമില്ല, വായുവില്ല. ഇനി എന്താ ചെയ്യുക? 3 ആളുകളും അവരുടെ കൈ ഉപയോഗിച്ച് ശക്തമായി തള്ളി നീക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ പാറയെ അനക്കാൻ 3 ആളുകൾക്കും കഴിഞ്ഞില്ല. 3 ആളുകൾ അവരവരുടെ കൈകൾ ഉപയോഗിച്ച് ശക്തമായി തള്ളി നീക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരെ കൊണ്ട് ആ പാറയെ അനക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് 3 ആളുകൾ ചർച്ച ചെയ്യുന്നത്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് അതിലൊരാൾ അഭിപ്രായം പറഞ്ഞത്, അല്ലാഹുവിനോട് ദുആ ചെയ്യാം.
ആരോഗ്യം കൊണ്ട് മസിൽ പവർ കൊണ്ടല്ലേ ഞങ്ങൾക്ക് അതിനെ അനക്കാൻ പറ്റാത്തത്. പക്ഷെ അല്ലാഹു തആല നമ്മൾക്ക് നാവ് തന്നിട്ടില്ലേ? ഈ നാവ് കൊണ്ട് നമ്മൾക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ജീവിതത്തിൽ ചെയ്ത സ്വാലിഹായ ഒരു നന്മ മുന്നിൽ വെച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹു പാറനീക്കൂലേ? ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നല്ലേ അല്ലാഹു പറഞ്ഞത്. ഒന്നാമത്തെ ആള് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ മാതാപിതാക്കളോട് എന്റെ ജീവിതത്തിൽ മരണം വരെ ഇന്ന് വരെ ഞാൻ മോശമായി പെരുമാറിയിട്ടില്ല. അവരോട് കാണിച്ച ആ അദബ് നിനക്ക് വേണ്ടിയാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ഈ പാറയെ നീ നീക്കിത്തരണേ അല്ലാഹ്. 6 കൈകൾ വെച്ചിട്ട് തള്ളിയ പാറ നാവ് കൊണ്ട് നീക്കുകയാണ്, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ എന്റെ മാതാപിതാക്കളോട് ജീവിതത്തിൽ മാന്യമായി പെരുമാറിയത് നിനക്ക് വേണ്ടിയാണെങ്കിൽ ഈ പാറയെ നീ നീക്കണം. പാറ നീങ്ങി, വെളിച്ചം വന്നു. പക്ഷേ അതിനിടയിലൂടെ കടന്നു പോകാൻ അവർക്ക് സാധിച്ചില്ല. രണ്ടാമത്തെ ആള് ദുആ ചെയ്തു, അല്ലാഹുവേ വ്യഭിചരിക്കാൻ എനിക്ക് അവസരമുണ്ടായി. വർഷങ്ങളായി എന്റെ കുടുംബത്തിലെ ഒരു പെണ്ണിനോട് എനിക്ക് പ്രേമമായിരുന്നു. അവളോട് എന്തെന്നില്ലാത്ത വികാരം എനിക്കുണ്ടായിരുന്നു. അവളുമായി കിടപ്പറ പങ്കിടണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. അവളോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ സമ്മതിച്ചില്ല. വലിയ ഒരു ക്ഷാമം വന്നപ്പോൾ എന്റെ അടുത്തേക്ക് അവൾ വന്നിട്ട് എനിക്ക് പൈസ തരുമോ എന്ന് ചോദിച്ചു. 120 സ്വർണ്ണ ദീനാറാണ് ഞാൻ കൊടുത്തത്. എന്താണ് കരാർ എന്നറിയോ? കിടപ്പറ പങ്കിടണമെന്ന കരാറിൽ 120 ദീനാറാണ് ഞാൻ കൊടുത്തത്. പറഞ്ഞതുപോലെ അവളും ഞാനും ആരുമില്ലാത്ത ഒറ്റയ്ക്കൊരു മുറിയിൽ ഒരുമിച്ച് കൂട്ടിയപ്പോൾ വ്യഭിചരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പെണ്ണെന്റെ മുഖം നോക്കി പറഞ്ഞത്, യാ ഫതാ ഇത്തഖില്ലാഹ്, ഓ ചെറുപ്പക്കാരാ അല്ലാഹുവിനെ പേടിച്ചോളണം. ചെറുപ്പക്കാരാ, ഞാൻ ഗത്യന്തരമില്ലാതെ നിർബന്ധിതനായി ഞാൻ വന്നതാണ്. സാമ്പത്തികമായി വലിയ ആവശ്യമുള്ളത് കൊണ്ട് വന്നതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, അല്ലാഹുവിനെ പേടിക്കണേ ചെറുപ്പക്കാരാ. ഉടനെ തന്നെ പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നാട്ടുകാര് കാണുമെന്ന പേടിയല്ല, പോലീസുകാര് പിടിക്കുമെന്ന പേടിയല്ല. അല്ലാഹു ഇത് കാണുമല്ലോ, അല്ലാഹുവിന് ഇഷ്ടപ്പെടൂലല്ലോ. അല്ലാഹുവേ, അത് ഞാൻ നിനക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഈ പാറയെ നീ നീക്കിത്തരണേ അല്ലാഹ്. പാറ നീങ്ങി, ഒരൽപ്പം കൂടി വെളിച്ചം വന്നു, വായുവും വന്നു. പക്ഷേ അവർക്ക് കടന്നു പോകാൻ വഴിയില്ല. മൂന്നാമത്തെ ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എനിക്കൊരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു. നോക്കണം, സമ്പത്തിലൊക്കെ എത്ര മാന്യത കാണിക്കണമെന്ന് ഈ സംഭവം പറഞ്ഞൊരു ഒരു ഉസ്താദ്, നമ്മുടെ പള്ളിയിൽ ജോലി ചെയ്ത ഒരു ഉസ്താദ് ചൊടിച്ചിട്ട് പിണങ്ങിയിട്ട് പോവാൻ. ഇന്ന് ഡിസംബർ 13 ഇറങ്ങിയിട്ട് പോവാൻ. ശമ്പളം വാങ്ങില്ല. കമ്മിറ്റിക്കാരെന്ത് ചെയ്തു? അയാളുടെ ഒരു 10,000 രൂപ ശമ്പളം കഴിഞ്ഞ മാസത്തെ അടക്കം 25,000 രൂപ സാലറി ബാക്കി ഉണ്ടായിരുന്നു. അത് എവിടെ കൊണ്ട് ബിസിനസ്സിലിട്ടു. അയാളെ പോയി, പിന്നെ അയാളെ കണ്ടതൊന്നുമില്ല. പിന്നെ അടുത്ത ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് ഉറൂസ് ഇതേപോലെ വരുമ്പോ മൊയിലാര് വന്നിട്ട്, അല്ലാജിക്ക എന്റെ ഒരു ശമ്പളാണല്ലോ ഇവിടെ. ആ, നിങ്ങളെ ശമ്പളാണല്ലേ എന്ന് പറഞ്ഞിട്ട് 2-3 ലക്ഷത്തിന്റെ കെട്ടെടുത്തിട്ട് അയാൾ കൊടുത്തു. എന്തെന്നെ കളിയാക്ക? ഞാൻ കളിയാക്കാണോ? തമാശാക്കാണോ? ഞാൻ ജോലി ചെയ്ത് ശമ്പളം ചോദിക്കാനാണ് ഞാൻ വന്നത്. അപ്പം കമ്മിറ്റി ഭാരവാഹിയിൽ ആജിക്ക പറഞ്ഞു, നിങ്ങൾ അന്ന് വെച്ചുപോയി 25,000 രൂപ ഞാൻ ഇന്നായിരുന്നൊരു ജ്വല്ലറിയിൽ ഇട്ടിട്ട് അതിൽ നിന്ന് മാസാമാസം കിട്ടിയ സംഖ്യ 3 ലക്ഷം രൂപ ആയിട്ടുണ്ട്. അയാൾ അതും വാങ്ങിട്ട് ഒറ്റ പോക്ക്, ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞില്ല, ഒരു നന്ദിയെങ്കിലും പറഞ്ഞില്ല കമ്മിറ്റിക്കാരോട്. എടുത്തിട്ടൊരു പോക്ക് പോയി. അതേപോലെയാണ് ഇയാൾ ചെയ്തത്. അല്ലാഹുവേ, എന്റെ ജോലിക്കാരൻ ശമ്പളം വാങ്ങാതെ പോയപ്പോ ഞാൻ അതുകൊണ്ട് ബിസിനസ് നടത്തി. എന്നിട്ട് അയാൾ വർഷങ്ങൾക്ക് ശേഷം എന്റെ പൈസ ചോദിച്ച് കടന്നു വന്നപ്പോ നീണ്ടു നിൽക്കുന്ന ആടിനെയും ഒട്ടകങ്ങളെയും പശുക്കളെയും ഞാൻ കാണിച്ചു കൊടുത്തു. അയാൾ ചോദിച്ചു, എന്നെ കളിയാക്കാണോ? അല്ലല്ലല്ല, ഇതൊക്കെ നിന്റേതാണ്. എല്ലാം എടുത്തുപോയി, ഒന്നുപോലും ബാക്കി വെച്ചില്ല. ഒരാടെങ്കിലും ഇത് നിങ്ങൾക്കായി എന്റെ വക ഇല്ല, നന്ദി പോലും പറയാതെ കൊണ്ടുപോയി. എന്നിട്ടോ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണ് ഞാനതെല്ലാം ചെയ്തതെങ്കിൽ ഈ പാറയെ നീ നീക്കിത്തരണേ അല്ലാഹ്. അത്ഭുതകരമായി പാറ നീങ്ങി 3 ആളുകളും രക്ഷപ്പെട്ടു എന്ന് ജീവിതത്തിൽ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ലാത്ത ശഫീഉനാ റസൂലുള്ളാഹ്. എങ്ങനെ മാറ്റിയത്? നാവ് കൊണ്ടാ മാറ്റിയത്, കൈകൾ കൊണ്ടല്ല, നാവ് കൊണ്ടാ മാറ്റിയത്. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, പലപ്പോഴും അധികാരം നഷ്ടപ്പെടാനോ ഭരണാധികാരികൾ നശിക്കാനോ നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. അവർക്ക് നല്ല രീതിയിൽ ഭരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യാം. നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ആര് ഭരിച്ചാലും നമ്മൾക്ക് കണക്ക് തന്നെയാണ്. പക്ഷേ ഭരിക്കുന്നവർ മാന്യന്മാരാവണം. ഭരണഘടനയെ വെല്ലുവിളിക്കുന്നവരാവരുത്, രാജ്യത്തിലെ പൗരന്മാരെ വെല്ലുവിളിക്കുന്നവരാവരുത്. ആ ഭരിക്കുന്ന ആളുകൾക്ക്
സൽബുദ്ധിയുണ്ടാവാൻ അള്ളാഹുവിനോട് നമ്മൾക്ക് ദുആ ചെയ്യാം. ദുആ ആണ്, പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. പ്രാർത്ഥന കൊണ്ട് ഏത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും നമ്മൾക്ക് കഴിയും. മറന്നു പോവരുത്, പ്രാർത്ഥനകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമ്മൾക്ക് കഴിയും. പക്ഷേ ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഒരു മാനദണ്ഡമുണ്ട്. എന്താണ് ആ മാനദണ്ഡം എന്നറിയോ? നമ്മുടെ സമ്പാദ്യം ഹലാലാവണം, നമ്മുടെ വസ്ത്രം ഹലാലാവണം, നമ്മുടെ വീട് ഹലാലാവണം, തിന്നുന്നത് കുടിക്കുന്നത് ഹലാലാവണം, നമ്മുടെ വാഹനം ഹലാലാവണം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുടി ജട കുത്തിയ ഒരാൾ, യാത്രക്കാരനായ ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്ന് പറഞ്ഞ് മുടിയെല്ലാം ജട കുത്തിയ യാത്രക്കാരനായ ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നാ യുസ്തജാബു ലഹ്, എങ്ങനെയാണ് അല്ലാഹു അയാൾക്ക് ഉത്തരം നൽകുന്നത്? ജട കുത്തിയാൾക്ക് എന്താ പ്രത്യേകത? യാത്രക്കാരൻ എന്താ പ്രത്യേകത? എന്തുകൊണ്ടാ യാത്രക്കാരനും മുടി ജട കുത്തിയവനെന്ന് പറയാൻ കാരണം എന്താ? കാരണം യാത്രക്കാരന്റെ ദുആഇന് ഉത്തരവുണ്ട്. മനസ്സിലായോ? യാത്രക്കാരൻ എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം നൽകുമെന്നാണ്. പിന്നെ ഈ മുടി ജട കുത്തിയവൻ എന്ന് പറയാൻ കാരണം അവർക്ക് ദുനിയാവിന്റെ ബോധമൊന്നുമില്ല, എല്ലാം ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ദുനിയാവിന്റെ ബോധമുള്ളവരെ മുടിയൊക്കെ മിനുക്കുന്നല്ല മുഞ്ചില് നടക്കുക. ഇവർക്ക് എന്താ ദുനിയാവ്? അങ്ങനെ ദുനിയാവിന്റെ ബോധമൊന്നുമില്ലാതെ സാഹിദാണ്, യാത്രക്കാരനാണ്. അത് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളവരാണ്. യാത്രക്കാരന് ഉത്തരം കിട്ടണം, സാഹിദിനും ഉത്തരം കിട്ടണം. പക്ഷേ എങ്ങനെയാണ് അയാൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്നത്? കാരണം അയാൾ തിന്നുന്നത് ഹറാമാണ്. ഹറാമ് തിന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഹറാമായ വീട്ടിൽ വെച്ച് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകൂല. നമ്മുടെ വസ്ത്രം ഹറാമാണ്, മറ്റുള്ളവരുടെ സമ്പാദ്യം അടിച്ചു മാറ്റി തിന്നിട്ട്, മറ്റുള്ളവരുടെ സമ്പാദ്യം അടിച്ചു മാറ്റി വസ്ത്രം വാങ്ങിയിട്ട്, വീടുണ്ടാക്കിയിട്ട്, വണ്ടി വാങ്ങിച്ചിട്ട് എത്ര ദുആ ചെയ്താലും അല്ലാഹു ഉത്തരം നൽകൂല എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും ഒരാൾ മറ്റൊരാളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഉരുളയെങ്കിലും, ഒരു രൂപയെങ്കിലും, ഒരു നയാ പൈസയെങ്കിലും എന്റേതല്ലാത്തത് എനിക്ക് അവകാശപ്പെടാത്തത് ഞാൻ അപഹരിച്ചെടുത്താൽ ഇല്ലാ ഔജബല്ലാഹു ലഹുന്നാർ, അല്ലാഹു അയാൾക്ക് നരകം നിർബന്ധമാക്കുമെന്നും വഹറമ അലൈഹിൽ ജന്ന, അവർക്ക് അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താ പറഞ്ഞത്? മറ്റുള്ളവന്റേത് ആരെങ്കിലും അപഹരിച്ചാൽ സ്വർഗം ഹറാമാണ്, നരകം നിർബന്ധമാണ്. അപ്പോഴാണ് ഒരാൾ ചോദിച്ചത്, നബിയേ, ഒരു രൂപയാണെങ്കിലോ അതൊക്കെ ചെറുതല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അത് നിങ്ങളുടെ അറാക്കിന്റെ ഒരു കഷ്ണമാണെങ്കിലും ശരി. പള്ളിയിൽ ഹൗലിന്റെ ഭാഗത്ത് ഒരു അറാക്ക് കണ്ടു, അറാക്കാണെങ്കിൽ തേച്ച ഭാഗം ഏതാണെന്ന് നമ്മൾക്കറിയാം, അത് നമ്മുടെ സുഹൃത്തിൻ്റെതാണെന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചോളൂ. പക്ഷേ നിങ്ങൾക്ക് പല്ല് തേക്കാൻ വേണ്ടി ആ അറാക്കിനെ നിങ്ങൾ 2 കഷ്ണമാക്കി, ബാക്കിയുള്ള കഷ്ണം ഇയാൾക്ക് പല്ല് തേക്കാം. എന്നാൽ മറ്റേ കഷ്ണം എടുത്തിട്ട് നമ്മൾ പല്ല് തേച്ചാൽ അത് മതി. നാളെ അല്ലാഹു തആല നരകം നിഷിദ്ധമാക്കിയിട്ട്, അല്ലാഹു തആല സ്വർഗം നിഷിദ്ധമാക്കി നരകത്തിന്റെ അഹലുകാരിൽ നമ്മളെ ഉൾപ്പെടുത്താൻ അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞപ്പോ ഒരു ദിവസം വാൽ പറഞ്ഞപ്പോ എന്നോട് ഒരാൾ ചോദിച്ചു, ഉസ്താദേ, ഞാൻ പണ്ട് ഗൾഫിലുണ്ടാകുമ്പോ ഒരാളുടെ ശമ്പളം കൊടുക്കാൻ ബാക്കിയത് എന്തോ ഒന്ന് എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ കൊടുക്കാൻ വേണ്ടി വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അയാൾ എനിക്ക് ഇന്നേ വരെ കണ്ടിട്ടില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? തേടിപ്പിടിക്കണം. കാണുന്നത് വരെ തേടിപ്പിടിക്കണം. ഇനി കണ്ടില്ലെങ്കിൽ മരിക്കുന്നത് വരെ അയാളുടെ സമ്പാദ്യം നമ്മൾ മാറ്റിവെക്കണം. അയാൾക്ക് കൊടുക്കാൻ വേണ്ടി എത്രയാണോ കൊടുക്കാനുള്ളത് അതെല്ലാം അയാൾക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇനി അയാൾ മരിച്ചു, ഇനി അയാളെ കിട്ടൂല എന്ന് ഉറപ്പായ അയാളുടെ പേര് ഏതെങ്കിലും പള്ളിക്ക് സ്വതക്ക ചെയ്യാം. അയാളുടെ പേര്, പഠിച്ചോനെ ഇന്നാലിന്ന ഒരാൾക്ക് കൊടുക്കാനുള്ള പൈസയാണ്, അയാളെ കുറിച്ചൊരു വിവരമില്ല, ഇനി അയാൾ എപ്പോ വന്നാലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ഈ സ്വതക്ക അയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഖബറിലേക്ക് എത്തിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അതല്ലാതെ ഒരു നയാ പൈസ പോലും എടുക്കാൻ നമ്മൾക്ക് അവകാശമില്ല. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുകയാണ് ഒരു സ്വഹാബി. നബി തങ്ങളുടെ ഒട്ടകത്തിൽ നിന്ന് ചരക്ക് ഇങ്ങനെ മാറ്റിവെക്കുമ്പോഴാണ് ശത്രുവിന്റെ ഒരു അമ്പ് ശരീരത്തിലേക്ക് ഏറ്റു, വീണു, രക്തം വാർന്നു, മരിച്ചു.
സഹാബാക്കൾക്കൊക്കെ വലിയ സന്തോഷമായി. എന്തേ? ഹനീഅൻ ലഹുൽ ജന്ന, അയാൾ സ്വർഗ്ഗക്കാരനാണ്. കാരണം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് എടുക്കുമ്പോഴാണ് ശത്രുവിന്റെ അമ്പേറ്റ് പിടഞ്ഞു മരിച്ചത്. ഹനീഅൻ ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ പറഞ്ഞു. ഉടനെ തന്നെ നബി തങ്ങൾ തിരുത്തുകയുണ്ടായി. എന്താണ് നബി തങ്ങൾ പറഞ്ഞതെന്നറിയോ മുഅ്മിനീങ്ങളെ? അന്നാ, എങ്ങനെയാണ് അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുന്നത്? നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇന്നശംലതല്ലതി അഖദത് മിൻ ഖൈബർ ലതസ്തഇലു അലൈഹി നാറാ. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ഉപകരിക്കേണ്ട, പൊതുജനങ്ങളുടെ മുതലായ ഒരു തട്ടം അയാൾ എടുത്തിട്ടുണ്ട്. ആ തട്ടം ബൈത്തുൽ മാലിലേക്ക് കൊടുക്കേണ്ട തട്ടമാണ്, പൊതുജനങ്ങളുടെ തട്ടമാണ്. അത് സ്വന്തമായി ഉപയോഗിച്ചത് കാരണത്താൽ ഈ ഒരു തട്ടത്തിന്റെ പേരിൽ നാളെ കത്തിജ്വലിക്കുന്ന തീജ്വാലങ്ങളിൽ അയാൾ നരകിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ആരാ? നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത ആളാണ്. ലതസ്തഇലു അലൈഹി നാറാ, തീജ്വാലകളായി ഈ തട്ടം അയാളുടെ കഴുത്തിലുണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. തട്ടനൊക്കെ പറഞ്ഞ ആർക്കും വേണ്ടാതെ വീണ് കിടക്കുന്ന തട്ടായിരിക്കും അത്. ആർക്കും വേണ്ടാതെ അശ്രദ്ധമായി എടുത്ത തട്ടായിരിക്കും. അപ്പോഴാണ് ഒരു സഹാബി ചോദിച്ചത്, നബിയെ, ഞാൻ യുദ്ധത്തിന്റെ സമയത്ത് എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയപ്പോൾ അവിടെ ആർക്കും വേണ്ടാത്ത ഒരു ചെരുപ്പ്, ആരും ഉപയോഗിക്കാത്ത കളഞ്ഞു കിട്ടിയ ഒരു ചെരുപ്പിൽ നിന്ന് വാറെടുത്തിട്ട് എന്റെ ചെരുപ്പിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നബിയെ, അത് ഹറാമാകുമോ നബിയെ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ശിറാകുൻ ഔ ശിറാകാനി മിനന്നാർ, അതും നരകത്തിലാണ്. മറ്റുള്ളവന്റെ സമ്മതമില്ലാതെ ചെരുപ്പിന്റെ വാറെടുത്ത് ഉപയോഗിച്ചാലും അത് നാളെ നിന്റെ ഷോൾഡറിൽ കത്തിജ്വലിക്കുന്ന തീജ്വാലയായി മാറുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഹറാം വളരെ സൂക്ഷിക്കണം. ഹറാം സൂക്ഷിക്കാതെ ദുആഇന് ഉത്തരം കിട്ടൂല. എത്ര പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം നൽകൂല. അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ സമ്പാദ്യം നമ്മൾ ഹലാലാക്കണം. ഹറാമായ സമ്പാദ്യങ്ങൾ ഒരു നയാ പൈസ പോലും നമ്മുടെ വരുമാനത്തിൽ ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. കാരണം കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബി, നമ്മുടെ മക്കളോ നമ്മുടെ ഭാര്യയോ നമ്മളോ ഹറാമിന്റെ ഒരു ധാന്യമണി തിന്നാൽ ഫന്നാറു ഔലാ ബി, ആ കുടുംബ സമേതം ഒന്നടങ്കം നാളെ നരകത്തിൽ കിടക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു മുഅ്മിനിന്റെ ആയുധം എന്നുള്ളത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ സമ്പാദ്യം ഹലാലാവണം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത് ഓർമ്മയുണ്ടോ? നബിയേ, ഉദുഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അയ്യജഅലനി മുസ്തജാബ ദഅവ, അല്ലാഹു എന്ത് ചോദിച്ചാലും ഉത്തരം ലഭിക്കുന്ന ഒരാളായി മാറാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ആവശ്യപ്പെടുകയുണ്ടായി. എന്താ ചോദ്യം? എന്താ? ഇവിടില്ലേ ചോദ്യം? എന്താ? എന്ത് ചോദിച്ചാലും എനിക്ക് ഉത്തരം കിട്ടണം. അപ്പൊ എന്റെ ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരാളായി മാറാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അത്വിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ, അത്വിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ, നിന്റെ സമ്പാദ്യം ഹലാലാക്കണം. നീ തിന്നുന്നത് ഹലാലായാൽ അല്ലാഹു തആല നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അത്രത്തോളം കണിശമാണ്. തിന്നുന്നതും ജീവിക്കുന്നതും വീടും വസ്ത്രമൊക്കെ കർക്കശമായിട്ട് ഇസ്ലാം പറഞ്ഞു. ദുആ സ്വീകരിക്കണമെങ്കിൽ ഇത് നിർബന്ധമാണ്. ഒരു അണുമണി തൂക്കം ഹറാമുണ്ടെങ്കിൽ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഏതായാലും ഈ വിഷയങ്ങളിലെല്ലാം സൂക്ഷ്മതയോടെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ എല്ലാ പ്രശ്നത്തിനും അള്ളാഹു പരിഹാരം തരും. 5 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒന്നാമത്തേത്, പരസ്യമായി ആളുകൾ തെറ്റു ചെയ്യാൻ തുടങ്ങിയാൽ തിന്മകളോട് ലാഘവത്തോടെ നിസ്സാരമായി കണ്ട് തിന്മകൾ എന്താ കുഴപ്പം, അതെന്താ കുഴപ്പം അങ്ങനെ ചോദിക്കുക. ഒരു മടിയില്ല. ടീച്ചേഴ്സ് കണ്ടാ കുഴപ്പമില്ല, പോലീസുകാർ കണ്ടാ കുഴപ്പമില്ല, ഉസ്താദുമാര് കണ്ടാ കുഴപ്പമില്ല, നാട്ടുകാര് കണ്ടാ കുഴപ്പമില്ല. ചെയ്യുന്നതിനെയൊക്കെ ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ ന്യായീകരിച്ച് നടക്കുക.
തെറ്റ് ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ഉളുപ്പ് വേണ്ട, ഇത് തെറ്റാണ്. അതിനെ പോലും ന്യായീകരിച്ച് പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ചെയ്ത തെറ്റുകൾ പരസ്യമാക്കുന്നവരുണ്ടായാൽ പേര് പോലും അറിയാത്ത, മരുന്നുകൾ പോലും ലഭിക്കാത്ത രോഗങ്ങൾ നൽകി അള്ളാഹു പരീക്ഷിക്കും. അതേപോലെ സാമ്പത്തികമായി ഇടപാടുകളിൽ സൂക്ഷ്മതയില്ല, ഹലാലും ഹറാമുമില്ലാതെ ഹക്കിടപാടിൽ സൂക്ഷ്മതയില്ലാതെ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ അധികാരികൾ നിങ്ങൾ ആക്രമിക്കുമെന്നവർ, അധികാരികൾ നിങ്ങളെ ആക്രമിക്കും. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ നിങ്ങൾ ആക്രമിക്കും. എന്ത് തെറ്റ് ചെയ്തിട്ട് ആരെവിടെ കുഴപ്പമുണ്ടാക്കി, എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? നിഷ്പക്ഷമായി പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ സർവ്വ ആളുകൾക്കറിയാം, ഇസ്ലാമും മുസ്ലിമീങ്ങളും ഇവിടെ ഒരു പ്രശ്നത്തിൽ നിന്നിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അല്ലെ? നിഷ്പക്ഷമായി ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന എല്ലാ ആളുകൾക്കറിയാം. പക്ഷെ അധികാരത്തിന് വേണ്ടിയിട്ട് എങ്ങനെങ്കിലും അധികാരത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകളും എന്തെങ്കിലും വിഷയങ്ങളുമായി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഭരണാധികാരികൾ നമ്മെ ആക്രമിക്കും എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമ്പാദ്യവും ഇടപാടും ഹലാലാക്കണം. മൂന്നാമതായി പറഞ്ഞത്, വലം യംനഉ സകാത അംവാലിഹിം, സകാത്ത് കൊടുത്തില്ല പാവങ്ങളായ ആളുകൾക്ക് നമ്മുടെ സമ്പാദ്യം കണക്കെടുപ്പ് നടത്തി അതിന്റെ ഓഹരി പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തില്ലെങ്കിൽ അള്ളാഹു മഴയെ തരൂല. മഴ കിട്ടാത്തത് മരം വെട്ടിയിട്ടാണ് എന്നാ ശാസ്ത്രം പറയാ, അങ്ങനെ പറയാ. ഞാൻ കേരളത്തിലുള്ള മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള 5 എയർപോർട്ടിലും കയറിയിട്ടുണ്ട്, ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ഫ്ലൈറ്റ് കയറുമ്പോ ആകെ താഴെ കാണുന്നത് പച്ചപ്പാണ്. മനസ്സിലായി? നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറി താഴോട്ട് നോക്കിയാൽ ആകെ കാണാൻ പച്ചപ്പാണ്. ഇനിയിപ്പോ എന്തിന് കോഴിക്കോട് ടൗണിൽ ഒരു 10-12 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി താഴെ നോക്കിയാലും കാണാൻ പച്ചപ്പാണ്. അപ്പൊ ശാസ്ത്രം അങ്ങനെ പറഞ്ഞാൽ തള്ളിക്കളയൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാരണമുണ്ട്. വലം യംനഉ സകാത അംവാലിഹിം, പാവങ്ങളായ ആളുകളുടെ വിഹിതം ഓഹരി വെച്ച് കൊടുക്കാതെ നമ്മൾ തന്നെ തിന്നാൽ പൈസ നമ്മുടേതാണ്. പക്ഷേ അതിന്റെ 2.5% അതിന്റെ ഓഹരി പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അത് കൊടുക്കാതിരുന്നാൽ അള്ളാഹു മഴയെ തരൂല, മഴയെ അള്ളാഹു തടഞ്ഞു വെക്കുന്ന പറഞ്ഞു. പിന്നെ നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അള്ളാഹു പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിൽ ശത്രുക്കൾക്ക് നിങ്ങളുടെ പേരിൽ ആധിപത്യമുണ്ടാവും. നിങ്ങളെ ശത്രുക്കൾ ഭരിക്കാൻ തുടങ്ങും. ശത്രുക്കൾ നിങ്ങളുടെ പേരിൽ ആധിപത്യം ചെലുത്തും. എപ്പോ? നിങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ നടന്നില്ലെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിൽ. എന്നിട്ട് അവസാനമായി 5ാമത് പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, മാലം തഹ്കും അഇമ്മതുഹും ബികിതാബില്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് വിധിക്കുന്നതിന് പകരം ഓരോ ആളുകൾക്ക് ഓരോ വിധി, അല്ലേ? മുതലാളിമാർക്കൊരു വിധി, അധികാരികൾക്കൊരു വിധി, പാവപ്പെട്ടവർക്കൊരു വിധി, ഫഖീറായ ആളുകൾക്കൊരു വിധി, സമ്പത്ത് കണ്ട് ആളുകൾക്കനുസരിച്ച് മസ്അല പറയാ, മുതലാളിമാർക്കനുസരിച്ച് ഫത്വ കൊടുക്കുക. മുതലാളിമാരുടെ കല്യാണത്തിൽ പാട്ടുണ്ടായ പ്രശ്നാണ് അല്ല, എന്നാ പാവപ്പെട്ടവന്റെ കല്യാണത്തിൽ പാട്ട് വെച്ച പ്രശ്നമാണ്. നല്ലൊരു കോടീശ്വരൻ അവന്റെ വീട് അവന്റെ കല്യാണത്തിന് വീഡിയോ ഷൂട്ട് ചെയ്താൽ അത് ഹലാലും, പാവപ്പെട്ടവൻ ചെയ്താൽ അത് ഹറാമും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആര്? വലിയ വലിയ ആളുകൾ തന്നെ, വലിയ വലിയ ആളുകൾ. ഇതിലെല്ലാരും ഉണ്ട്, എല്ലാ നേതാക്കന്മാരുണ്ട്. മുതലാളിമാരുടെ കല്യാണത്തിന് പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ അവരൊന്നും മിണ്ടൂല, എന്നാ പാവപ്പെട്ട മാറ്റുന്ന. ഇതൊക്കെയാണ് തോന്നിയതുപോലെ ആളുകൾക്കനുസരിച്ച് മസ്അല പറയാനും ഫത്വ പറയാനും. പരിശുദ്ധമായ ഖുർആനല്ല തീരുമാനം സ്വന്തമാണെങ്കിൽ, സ്വന്തം താല്പര്യത്തിനനുസരിച്ചാണ് നിങ്ങൾ ഫത്വ പറയുന്നത്, ജനങ്ങൾക്ക് ഹുക്മ പറയുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും, നിങ്ങൾക്കിടയിൽ തന്നെ അഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായി ഒരൊറ്റ ആയത്തോതി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദല്ലാഹു
അല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഖുൽ നബിയേ താങ്കൾ പറയണം, അത്തീഉല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വഅതീഉർ റസൂല പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും വഇൻ തുതീഉഹു തഹ്തദൂ വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. നിങ്ങളിലെ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന സ്വാലിഹായ സൽപ്രവർത്തനങ്ങൾ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു വാക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് വാക്കെന്നറിയോ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളുടെ പേരിൽ അധികാരം ചെലുത്തുന്ന ആളുകളെ മാറ്റിയിട്ട് നിങ്ങളുമായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ അധികാരത്തിൽ കൊണ്ടുവരുമെന്ന്. തുർക്കി കണ്ടില്ലേ, അതാതുർക്കിനെ മാറ്റി ഉർദുഗാനെ കൊണ്ടുവന്നത്. അങ്ങനെ എത്രയോ രാജ്യങ്ങൾ. ഞാൻ പറയട്ടെ, ഏത് അധികാരികളായാലും സ്വാച്ഛാധിപതികളായാൽ അവർക്കൊരു പതനമുണ്ട് എന്ന് മനസ്സിലാക്കണം. ലിബിയയായാലും യമനായാലും ഈജിപ്തായാലും ഏത് രാജ്യങ്ങളായാലും ഏകാധിപതികളായി സ്വാച്ഛാധിപതികളായി പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിന് തീരെ പരിഗണന നൽകാതെ പുല്ലുവില നൽകിയിട്ട് തോന്നിയതുപോലെ ഭരിക്കുകയാണെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്. ആ ഉയർച്ച കഴിഞ്ഞാൽ പിന്നെ താഴ്ചയാണ്, പിന്നെ ഉയരൂല. ഒരു വളർച്ചയുണ്ട്, ആ വളർച്ച കഴിഞ്ഞാൽ പിന്നെ വളർച്ചയില്ല, താഴോട്ടാണ്. അതിന്റെ ഉത്തുംകുതയിലെത്തിയാൽ പിന്നെ അധപതനമാണ്, പിന്നെ കൂപ്പുകുത്തേണ്ടി വരും ഏറ്റവും താഴെയുള്ള അഗാധമായ ഗർത്തങ്ങളിൽ. അതുകൊണ്ട് അഹങ്കാരവും ധിക്കാരവും എല്ലാം മാറ്റിവെച്ച് രാജ്യത്തിന് നന്മ ചെയ്യേണ്ടവരാണ്, സമുദായത്തിന് നന്മ ചെയ്യേണ്ടവരാണ്, നാട്ടിന് നന്മ ചെയ്യേണ്ടവരാണ് എല്ലാ അധികാരികളും. അത് രാഷ്ട്രീയമായി പാർട്ടി, സംഘടന, പള്ളി, ജമാഅത്ത് എല്ലാം അങ്ങനെ തന്നെ. അതൊരു ഇന്ത്യ രാജ്യത്തിന്റെ നേതാക്കന്മാര്, മന്ത്രിമാര് മാത്രമല്ല, എല്ലാം ഏത് മേഖലയിൽ നിൽക്കുകയാണെങ്കിലും നമ്മൾ നീതിയോടുകൂടി പ്രവർത്തിക്കുക. അല്ലെങ്കിൽ ഒരു പുലി അല്ലാഹു പിന്നെ കയറാൻ കഴിയില്ല, പിന്നെ അധപതനമാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ച് സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചാൽ അല്ലാഹു പറയുന്നു, നിങ്ങളുടെ ദീൻ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ദീനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ഞാൻ സൗകര്യം തരാം. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും. ബീഫ് കഴിച്ചാൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കൂല, പർദ്ദ ധരിച്ചാൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കൂല, താടി വെച്ചാൽ പ്രശ്നം ഉണ്ടാക്കൂല. ഇവിടെ ഒരു കുഴപ്പവുമില്ലാതെ ബാങ്ക് കൊടുത്താൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കൂല. എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു സ്വാലിഹായ നല്ലൊരു മുസ്ലിമായി മാറിയാൽ മതി. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പെർഫോം ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. അതുമാത്രമല്ല, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിങ്ങളെ എല്ലാ പേടിയും മാറ്റി നിർഭയത്വം തരാം, പിന്നെ പേടി ഉണ്ടാവൂല.